പറഞ്ഞിട്ട് റെഡിയാണ്. ഓക്കെ, ഇനി ആരും വേറെ ഒരു ഡിസ്ട്രാക്ഷനിലൊക്കെ ഒന്നും പോകണ്ട, ഓൺലി കെമിസ്ട്രി, അത്രേ ഉള്ളൂ. സെറ്റ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ മിസ് പഠിപ്പിച്ച അല്ലെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ഇത് തുടങ്ങാമല്ലോ. ആസ് യൂഷ്വൽ ക്വസ്റ്റ്യൻസ്. ആര് വിളിക്കും സാർ നമുക്ക്? ഉദിത്. യെസ് ദാ. എലമെന്റ് എന്താന്ന് മിസ് പറഞ്ഞില്ലേ? എന്താന്ന് ഓർമ്മയുണ്ടോ എലമെന്റ്? ഉദിത് കേൾക്കുന്നില്ലേടാ? അൺമ്യൂട്ട് ചെയ്യടാ. ഓക്കെ, പോയോ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ആളോട് ചോദിക്കാം. രാഹുൽ. യെസ് ദാ. എലമെന്റ് എന്തായിരുന്നു? Elements are substances that cannot be further broken down into similar substance. Okay, അടിപൊളിയാടാ. എക്സാമ്പിൾ എനിത്തിങ്? Example. ഏറ്റവും ചെറിയത് സിംപിളർ ആയിട്ടുള്ളത് ഗോൾഡ്, ഹൈഡ്രജൻ, ഓക്സിജൻ, കാർബൺ. കുറെ പഠിച്ചാലേ നമ്മൾ, അത്രേ ഉള്ളൂ. സൂപ്പർ, ഫൈൻ. ഇനി നമുക്ക് ആരോട് ചോദിക്കും സാർ? മരിയ കുട്ടി. ഓക്കേടാ. മിസ്സിന്റെ ക്വസ്റ്റനെ നമ്മളൊരു എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കിയത് ഓർമ്മയുണ്ടോ? ഒരു വാട്ടറിലൂടെ ഇലക്ട്രിസിറ്റി കടത്തി വിടുന്ന ഒരു എക്സ്പെരിമെന്റ് ചെയ്തു. അപ്പോൾ നമുക്ക് 2 ഗ്യാസ് കിട്ടി. അത് ഏതൊക്കെ ഗ്യാസാ? വെരി ഗുഡ്. ഹൈഡ്രജൻ ആണതെന്ന് എങ്ങനെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്തു? യെസ്, അടിപൊളിയാടാ. സൂപ്പർ. ഓക്സിജൻ ആണെങ്കിലോ? ഓക്സിജൻ എന്ത് ചെയ്യും? യൂഷ്വലി എന്താ ചെയ്യാ ഓക്സിജൻ? ബ്രൈറ്റനിങ് ചെയ്യും, അത്രേ ഉള്ളൂ. ഫ്ലെയിം ബ്രൈറ്റനിങ് ചെയ്യും, അത്രേ ഉള്ളൂ. അടിപൊളി, സൂപ്പർ. ഓക്കെ, യെസ്. ഇനി ആര് പറഞ്ഞുതരും നമുക്ക്? ഓക്കേടാ. അപ്പൊ നമുക്ക് എലമെന്റ്സ് കിട്ടി. എലമെന്റ്സ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഡാഷ് എന്ന് പറഞ്ഞാൽ അതെന്തായിരിക്കും? ഓക്കെ, എലമെന്റ്സ് ആർ മെയ്ഡ് അപ്പ് ഓഫ് ഡാഷ്, അതെന്തായിരിക്കും? ഓക്കെ, കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ്. ഇത്തിരി കൂടെ നമ്മൾ ഡിഫൈൻ ആയിട്ട് ഒരു പേര് പറഞ്ഞു തന്നില്ലേ? ഒരു പേരും കൂടെ പറഞ്ഞില്ലേ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസിന് പകരം? മറന്നുപോയി. ഓക്കെ, നമുക്കൊന്ന് അടുത്ത ആളോട് ചോദിക്കാം. കേട്ടോട്ടോ നീ? അനന്യ, പറഞ്ഞു കൊടുക്ക്. എന്തായിരുന്നു ഈ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസിന് പകരമായിട്ട് എലമെന്റ്സ് ആർ മെയ്ഡ് അപ്പ് ഓഫ് ഡാഷ്? എന്താണ്? ഓക്കെ, ആറ്റംസ് കിട്ടിയല്ലോ. ഓക്കെ, ആറ്റംസ് ആണ് കേട്ടോ. യെസ്, അതും അടിപൊളി. ഇനി നമ്മൾ കോമ്പൗണ്ടിലേക്ക് പോവാണ്. ആൻഡ് കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താന്ന് ആര് പറഞ്ഞു തരും മിസ്സിന്? നേത്രക്കുട്ടി. യെസ്, എന്താ കോമ്പൗണ്ട്? എന്താണ്? എന്തില്? നല്ലതാ, നല്ല ഉത്തരവാ. കോമ്പൗണ്ട് എന്ന ഒരു എക്സാമ്പിൾ പറ. അല്ല, തെറ്റാണ്. അപ്പൊ എലമെന്റോ? കോമ്പൗണ്ട് അറിയില്ല. ഒരു 3 പ്രാവശ്യം എഴുതി പഠിക്കുക. ഇന്റർവെൽ കഴിയുമ്പോൾ എന്നെ കാണിച്ചു തരാം. ഓക്കെ, അടുത്തത് ആരോട് ചോദിക്കും? ആരോൺ. യെസ് ദാ, പറഞ്ഞോ. എന്താ? ഓക്കെ, ഗുഡ് ഈവനിങ്. എന്താ കോമ്പൗണ്ട്? ആരോൺ, എന്താ സൈലന്റ് ആയത് നീ? ഓക്കെ, എന്നാൽ നമുക്ക് അടുത്ത ആളോട് ചോദിക്കാം. പിന്നെ അടുത്ത ദിവസം നമുക്ക് ആരോണോട് ചോദിക്കാം. അനാദ്യ. യെസ്, പറഞ്ഞോടാ. കോമ്പൗണ്ട്. Tiny particles like hydrogen and oxygen. അത് എലമെന്റ് അല്ലേ? നിനക്ക് മനസ്സിലായത് പറഞ്ഞോ. വാട്ട് ഐഡിയ അബൌട്ട് കോമ്പൗണ്ട് എന്തായിരിക്കും? കോമ്പൗണ്ടിന് ഒരു എക്സാമ്പിളും പറഞ്ഞാൽ മതി. ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ എലമെന്റ് ആണ്. ഓക്കെ, ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ എലമെന്റ് ആണ്. ആൻഡ് കോമ്പൗണ്ട് എന്താണെന്നാ മിസ് ചോദിച്ചത്? അറിയില്ല. ഓക്കെ, ആര് പറഞ്ഞു തരും? എനിബഡി? യെസ്, സ്റ്റീവ്.
യെസ് Compounds are substances which cannot be put out by any physical methods. യെസ് ദാ അടിപൊളി. അപ്പോൾ രണ്ടുപേരോട് കോമ്പൗണ്ട് മിസ് ചോദിച്ചിരുന്നു. അവർ രണ്ടുപേരും 3 പ്രാവശ്യം എഴുതി കാണിക്കുക ആഫ്റ്റർ ഇന്റർവെൽ. ഓക്കെ, ഇപ്പം ഇരുന്ന് എഴുതണ്ട കേട്ടോ, ഇന്റർവെല്ലിൻ്റെ ടൈമിൽ ഇരുന്ന് എഴുതിയാൽ മതി. എൻ്റെ ക്ലാസ്സിൻ്റെ ഇടയിലൊക്കെ എഴുതി ഞാൻ കണ്ടോ. ഓക്കെ, സൂപ്പർ. ഇനി ആരോട് ചോദിക്കും? പ്രണവ്, കോമ്പൗണ്ടിന് ഒരു എക്സാമ്പിൾ പറഞ്ഞേടാ. വാട്ടർ. അടിപൊളി അല്ലേ, സൂപ്പർ. വാട്ടറിന്റെ റേഷ്യോ ആര് പറഞ്ഞു തരും? വാട്ടറിന്റെ റേഷ്യോ ആര് പറഞ്ഞു തരും? അദ്വൈത്. Yes, madam. ഓക്കേടാ, വാട്ടറിന്റെ റേഷ്യോ എങ്ങനെയാ ഫോർമേഷൻ? എങ്ങനെയാ വാട്ടർ ഫോം ചെയ്യാ? ഹൈഡ്രജൻ ഓക്സിജൻ റേഷ്യോ എത്രയാ? വാട്ടറിന് ഇതേണത് ഇംഗ്ലീഷ് പറയണോ മലയാളത്തിൽ പറയണോ? റേഷ്യോ എനിക്ക് ആ നമ്പർ മാത്രം മതിയടാ. ആ റേഷ്യോ എന്നാ ഞാൻ ഈസ്റ്റ് ഇട്ടിട്ട് പറഞ്ഞില്ലേ? ആ വാട്ടറിന് അയ്യോ തിങ്കിങ് ടൈം ആണെന്ന് തോന്നുന്നല്ലോ നിന്നെ കണ്ടിട്ട്. ഓക്കെ, ഓക്കെ, അത് തെറ്റിപ്പോയി. ഇത്ര ടൈം തരുള്ളൂ. ഓക്കെ, അടുത്ത ആര് പറയും? യെസ്, ആൻസർ പറയും. വേദ്. യെസ് ദാ, ഏതാ റേഷ്യോ? 2:1 ആണ് മക്കളെ. നമ്മൾ H2O എന്നൊക്കെ പറഞ്ഞ് എഴുതി ഓർമ്മയുണ്ടോ? H2 എണ്ണം, ഓക്സിജൻ 1 എണ്ണം എന്നൊക്കെ പറഞ്ഞ ഓർമ്മയുണ്ടോ? 2:1. ഓക്കെ, അടിപൊളി. ആൻഡ് പിന്നെ കോമ്പൗണ്ടിന്റെ പ്രോപ്പർട്ടീസ് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയും നിങ്ങൾ? കോമ്പൗണ്ടിന്റെ പ്രോപ്പർട്ടീസ് ചോദിച്ചു കഴിഞ്ഞാൽ യെസ് ആര് പറഞ്ഞുതരും? അമീൻ, എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? പ്രോപ്പർട്ടീസ്, കോമ്പൗണ്ടിന്റെ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ വരാണെങ്കിൽ എന്ത് പറയും? സൂപ്പർ. ഫിസിക്കൽ ആക്ടിവിറ്റി, ഫിസിക്കൽ പ്രോപ്പർട്ടി ഇതൊന്നും യൂസ് ചെയ്ത്, ഫിസിക്കൽ മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് അതിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല, അതൊരു പ്രോപ്പർട്ടിയാണ്. ആൻഡ് അനദർ വൺ, ഒരെണ്ണം കൂടെ കിട്ടോ? ഓക്കെ, അതൊരു ബുദ്ധിപരമായ നീക്കമാണ്. കെമിക്കൽ ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഭയങ്കര ബുദ്ധിയായി പോയി. ഓക്കെ, ഇനി ശരിക്കും ഒരെണ്ണം കൂടെ ഞാൻ ഉദ്ദേശിച്ചത് മിസ് പറഞ്ഞുതരാം, അതായിരിക്കും. നല്ല ബുദ്ധിയുണ്ട് കേട്ടോ. ഓക്കെ, എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റില്ല. അത് ശരിയായിരുന്നു. ഇനി വേറെ ഒരെണ്ണം പറഞ്ഞത്, ഈ പറഞ്ഞ കോമ്പൗണ്ട് ഫോം ചെയ്തിരിക്കുന്ന എലമെന്റ്സിന്റെ ക്യാരക്ടർ വേറെ ആയിരിക്കും എന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഹൈഡ്രജനും ഓക്സിജന്റെയും ക്യാരക്ടർ ആയിരിക്കണം എന്നില്ല ഫോം ചെയ്ത കോമ്പൗണ്ടിന്റെ ക്യാരക്ടർ. ഓർമ്മയുണ്ടോ അത് പറഞ്ഞത്? ഈ 2 കാര്യമാണ് കേട്ടോ പ്രോപ്പർട്ടീസ് വരുന്നത്. എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുണ്ട്, അതുകൊണ്ടാണ് മിസ് അത് ചോദിച്ചത്. ഓക്കെ, അടിപൊളി. ഇനി ലാസ്റ്റ് മിസ് പറഞ്ഞത് സോൾട്ടിനെ പറ്റിയിട്ടാണ് അല്ലെ? കോമൺ സോൾട്ടിന്റെ ആ ഒരു കെമിക്കൽ ഫോമിൽ എന്തായിരുന്നു? അത് ആര് പറഞ്ഞു തരും? സയൻസ്. യെസ് ദാ, കെമിക്കൽ ഫോമിൽ എന്തിനായിരുന്നു കോമൺ സോൾട്ടിന് എന്താ പറയാ? ഹൈഡ്രജനോ? എടാ, ഞാൻ ഇങ്ങനെ വെള്ളത്തിലൊക്കെ ഇട്ടാ കത്തുന്നൊക്കെ പറഞ്ഞു കാണിച്ചിരുന്നില്ലേ? സോഡിയം. പിന്നെ എന്തും കൂടെ ആഡ് ചെയ്യണം? അതെ, അപ്പൊ രണ്ടും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ എന്ത് പറയും? അതന്നെ, സോഡിയം ക്ലോറൈഡ്. അങ്ങനെ തന്നെ പറയണം കേട്ടോ, സോഡിയം ക്ലോറൈഡ്. ആൻഡ് അതിന്റെ റേഷ്യോ ആര് പറഞ്ഞു? ഇതാണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇതിന്റെ റേഷ്യോ ആര് പറഞ്ഞു? എല്ലാവർക്കും അറിയാം. യെസ്, ആര് വിളിക്കും സർ? പ്രാർത്ഥന പറയും. 1:1. ഓക്കെ, അടിപൊളി. വാട്ടറിന്റെ റേഷ്യോ 2:1 പഠിച്ചു. ആൻഡ് നമ്മുടെ സോൾട്ടിന്റെ അല്ലെങ്കിൽ സോഡിയം ക്ലോറൈഡിന്റെ റേഷ്യോ നമ്മൾ 1:1. ഓക്കെ, ഇത്ര ഓക്കെ അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ മിസ്സായി പോയ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തെടുത്തിട്ടും ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. മിസ്സായി പോയിട്ട് കാര്യമില്ല, എക്സാമിന് എല്ലാവരും എഴുതേണ്ട ക്വസ്റ്റ്യൻസ് എല്ലാ ഭാഗത്തുനിന്നും മിസ് ക്വസ്റ്റ്യൻ ഇടുന്നുണ്ട്, പണി തരണം എന്ന് വിചാരിച്ചിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് കോമ്പൗണ്ട്സിനെയും എലമെന്റ്സിനെയൊക്കെ പറ്റിയിട്ടാണ്. സോ അതിലൊരു ചെറിയ പോയിന്റ് നമ്മൾ മിസ്സാക്കി കളഞ്ഞിട്ടുണ്ടായി. ആ ഒരു പോയിന്റും കൂടെ മിസ് പറഞ്ഞു തന്നേക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ മിസ് പറഞ്ഞതാണ് സോൾട്ട് എന്ന് പറയുന്നത് 1:1 ആണ് ആ ഒരു റേഷ്യോ എന്ന് പറഞ്ഞത് ഓർമ്മയില്ലേ? അല്ലേ? ഈ സോൾട്ട് എന്ന് പറയുന്നത് NaCl ആണ് അല്ലേ?
ആൻഡ് ഈ സോൾട്ട് എന്ന് പറയുന്നത് വാട്ടറിൽ ഉണ്ടെന്ന് വിചാരിക്കാം. വാട്ടറിൽ സോൾട്ട് വെട്ടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതെങ്ങനെയാ അതിനെ സെപ്പറേറ്റ് ചെയ്യാം? ആര് പറഞ്ഞു തരും? എനി ഐഡിയ? യെസ്, റെയ്ഹാൻ എന്ത് തോന്നുന്നു? ഒരു സോൾട്ട് സൊല്യൂഷനിൽ നിന്ന് എനിക്ക് സോൾട്ടും വാട്ടറും സെപ്പറേറ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ എന്ത് യൂസ് ചെയ്യും? അരിപ്പേ? എടാ ഞാൻ അത്യാവശ്യം മിക്സ് ചെയ്ത് കഴിഞ്ഞു. എടാ ഞാൻ മണ്ണല്ല ചോദിച്ചത്, സോൾട്ടാണ്. സോൾട്ട് അവിടെ കിടക്കില്ല, അത് അതിൽ മീൻസ് ഡിസോൾവ് ആയി പോകും. എന്താ ദൈവമേ. ആ അപ്പൊ ഇങ്ങനെ കളയും, നമ്മൾ ഇങ്ങനെ എടുക്കും. എന്ത് ചെയ്യും? ദൈവമേ എന്ത് ചെയ്യും? ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാവോ മിസ്? എന്തെങ്കിലും എളുപ്പം ചോദിക്കാണ്ട് വേറെ ആരോടെങ്കിലും ചോദിക്കാൻ. നീ ഉത്തരം കേട്ടോട്ടാ. പ്രഗ്യ, യെസ്, ഇവാപറേഷൻ എന്താ നമ്മൾ പഠിച്ചല്ലേ കഴിഞ്ഞ ക്ലാസ്സില്? ഓക്കെ, ഡിസോൾഡ് സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്നത് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, വാട്ടറിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഫിസിക്കൽ പ്രോസസ് ആയിട്ടുള്ള ഇവാപറേഷൻ യൂസ് ചെയ്യാം. ഓക്കെ, പക്ഷെ സോഡിയം ക്ലോറൈഡ് ഇറ്റ് സെൽഫ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഫിസിക്കലി നമുക്ക് സെപ്പറേറ്റ് സോഡിയത്തിനെയും ക്ലോറിനെയും മാറ്റിയെടുക്കാൻ പറ്റില്ല. ഇഫ് വാട്ടറിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഫിസിക്കൽ. അതാണ് നമ്മൾ പറഞ്ഞത്. മിക്സ്ചേഴ്സിനെ നമുക്ക് എന്ത് ചെയ്യാം? ഫിസിക്കൽ പ്രോസസ് ചെയ്യാൻ പറ്റും. കോമ്പൗണ്ടിനെ നമുക്ക് ഫിസിക്കൽ പ്രോസസ്സ് വഴി സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു പോയിന്റും കൂടി ഒന്ന് ആഡ് ചെയ്ത് വെച്ചേക്കിട്ടോ. കഴിഞ്ഞ ക്ലാസ്സിലെ ലാസ്റ്റ് പറഞ്ഞ സോഡിയം ക്ലോറൈഡിന്റെ ഭാഗത്ത് ഇതും കൂടി ഒന്ന് ആഡ് ചെയ്ത് വെച്ചേക്കിട്ടോ. അപ്പോൾ ഇവാപറേഷൻ എന്ന് പറയുന്ന മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ അതിനെ സെപ്പറേറ്റ് ചെയ്യുന്നത്. അത് സീനൊന്നുമില്ലല്ലോ, എളുപ്പമുള്ള കാര്യമല്ലേ, നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അരിപ്പൊന്നും അല്ല കേട്ടോ. ഇനി ഈ ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ എല്ലാവരും അരിപ്പാന്ന് ഓർക്കും. എന്നിട്ട് നിങ്ങൾ ഉത്തരം എഴുതും, അരിപ്പാന്ന് ഇതേ കൊല്ലിഞ്ഞാനൊക്കെ ചെയ്യാം. ഓക്കെ, സൂപ്പർ. ദെൻ ഇനി മിസ് പറയാൻ പോകുന്നത് സോൾട്ടിന്റെ കാര്യം പറഞ്ഞു. അപ്പം തന്നെ ചോദിച്ച കാര്യമാണ്. സോൾട്ടിന്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഷുഗറിന്റെ കാര്യവും പറഞ്ഞതാ. അപ്പം നിങ്ങളൊന്ന് പ്രെഡിക്റ്റ് ചെയ്ത് ലൈക്ക് ഒരു ഗസ് ചെയ്ത് വെച്ചോ. ഷുഗർ എന്ന് പറയുന്നത് കോമ്പൗണ്ട് ആയിരിക്കോ എലമെന്റ് ആയിരിക്കോ? ഓക്കെ, കോമ്പൗണ്ട് ആയിരിക്കോ എലമെന്റ് ആയിരിക്കോ? നിങ്ങളുടെ വീട്ടിലൊക്കെ ഉള്ള സാധനമാണ് ഷുഗർ. അപ്പം മിസ് ഷുഗർ എടുക്കട്ടെ? ഷുഗർ എടുക്കാമല്ലോ നമുക്ക്. ഓക്കെ, ഷുഗർ എടുക്കാൻ പോവാണ് നമ്മൾ. ആക്ടിവിറ്റി 8.4 കൂടെ എഴുതി വെച്ചോ കേട്ടോ. ഓക്കെ, ആക്ടിവിറ്റി 8.4 ആണ് നമ്മളിപ്പോൾ ചെയ്ത് നോക്കാൻ പോകുന്നത്. സോ കുറച്ച് ഷുഗർ എടുത്തു. ഓക്കെ, ഒരു ഷുഗർ എടുത്തിട്ട് നമ്മളൊരു വെസൽ അല്ലെങ്കിൽ ഒരു ചൈന ഡിഷ് എന്നൊക്കെ പറഞ്ഞിട്ട് അത്രയും ഡീറ്റെയിൽ ആയിട്ട് പോകണ്ട, ഒരു പാത്രത്തിൽ എടുക്കുന്നു. ഓക്കെ, ഒരു ചൈന ഡിഷിൽ എടുക്കുന്നു. എന്നിട്ട് ഞാൻ അതിനെ ഹീറ്റ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ആദ്യം ഈ പറഞ്ഞ പോലെ തന്നെ ഷുഗർ എടുക്കുന്നു ആൻഡ് അതിനെ ഞാൻ നന്നായിട്ട് ഹീറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇതൊക്കെ ലാബിൽ ചെയ്യുന്ന കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? ഇങ്ങനത്തെ സാധനം കണ്ടിട്ടില്ലല്ലോ? കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്ഡേറ്റഡ് ആണ് ഞങ്ങൾ. ഓക്കെ, കണ്ടിട്ടില്ലാത്തവർ വേറെ ഒന്നല്ല, ഇച്ചിരി ലാബിലൊക്കെ +2 കയറുമ്പോൾ എന്തായാലും കാണാൻ പറ്റും. അവിടെ തൊട്ട് കാണാൻ പറ്റും, സയൻസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ സാധനം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ ചൂടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. തീയാണ് അടിയിൽ നിന്ന് വരുന്നത്. ബൺസൺ ബ്രണ്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് പഠിക്കാനുണ്ട്. നമുക്കിപ്പോൾ വേണ്ടാത്തതുകൊണ്ട് നമ്മൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? ഹീറ്റ് ചെയ്യിക്കുകയാണ്. ആര് പറഞ്ഞുതരും എന്ത് സംഭവിക്കും? ഷുഗർ എന്ന് പറയുന്നത് ഷുഗർ മാത്രമേ ഉള്ളൂ, നോ വാട്ടർ ഇൻസൈഡ്. സോ അതിനെ ഞാൻ ഷുഗർ മാത്രം ഇട്ടിട്ട് ചൂടാക്കിയാൽ, ഹീറ്റ് ചെയ്താൽ വാട്ട് വിൽ ഹാപ്പൻ? ആര് പറഞ്ഞുതരും? അമീൻ, യെസ്. എന്ത് സംഭവിക്കോടാ? ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ല. ഓ മൈ ഗോഡ്, സൂപ്പർ, മനസ്സിലായി എനിക്ക്. ഓക്കെ, കാരമലൈസ് ചെയ്യുന്ന പരിപാടി അല്ലേ? ആ, നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടുണ്ടോ ആരെങ്കിലും? ഷുഗർ കാരമലൈസ് ചെയ്യുന്നതൊക്കെ ചെയ്ത് എങ്ങനെയാണ് കാരമലൈസ് ചെയ്ത് ആര് പറഞ്ഞുതരും? ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാർ പെട്ടെന്ന് പറഞ്ഞുതരും. ചെയ്യുന്ന ആരാണ്? ഓക്കെ, ചെയ്യുന്ന ആൾക്കാർ. യെസ്, ആരോൺ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ആരോൺ ചെയ്യാറുണ്ട്. ഞാൻ ഇങ്ങനെ ബേക്കിംഗ് ആൻഡ് കുക്കിംഗ് പരിപാടിയൊക്കെ എനിക്ക് ഇഷ്ടമാണ്. എന്നാ പറഞ്ഞോളൂ. ഓക്കെ, ഞാൻ കുറച്ച് പാത്രത്തിൽ എന്തെടുക്കും? ഷുഗർ എടുക്കും അല്ലേ? എന്നിട്ട് ഹീറ്റ് ചെയ്യും. ഓക്കെ, ബ്രൗൺ കളർ വരും. ഓക്കെ, നിങ്ങൾ അത്രയും വരെ ശ്രദ്ധിച്ചിട്ടുണ്ടാവുള്ളൂ. എന്നിട്ട് ഓഫ് ചെയ്യും അല്ലേ? അല്ലേ, നിങ്ങൾ അത്രയും ചെയ്തിട്ടുണ്ടാവുള്ളൂ. അതിൽ കൂടുതൽ ആർക്കെങ്കിലും ചെയ്ത് നോക്കിയിട്ടുണ്ടോ? അതിൽ കൂടുതൽ ഇത്തിരി കൂടെ ചെയ്ത് നോക്കിയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ബ്രൗൺ കളർ വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, ഇതിൽ കൂടുതൽ ആരെങ്കിലും കരിഞ്ഞു പോയവരാരെങ്കിലും ഉണ്ടോ? യെസ്, ഉണ്ട്. അധികം എവിടെ ഉണ്ട്? യെസ്, പ്രാർത്ഥനയാണ്. പ്രാർത്ഥന ചെയ്തപ്പോൾ കരിഞ്ഞു പോയി. കേൾക്കുന്നില്ലേടാ? പറഞ്ഞോ. മൈക്ക് ഇഷ്യൂ ഉണ്ടാവുമായിരിക്കും അല്ലേ? ആ, ഹലോ.
പോട്ടെ, സാരമില്ല, കരിഞ്ഞു പോയി പ്രാർത്ഥനടാ. അപ്പൊ മക്കളെ വേറെ ഒന്നുമില്ല, ശരിക്കും പറഞ്ഞാൽ നമ്മൾ കാരമലൈസ് ചെയ്യുമ്പോൾ ഒരു ബ്രൗൺ കളർ വരുന്നവരെ കണ്ടിട്ടുണ്ടാവും. അതിൽ കൂടുതൽ നേരം നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര കറുത്ത് കരിയായിട്ടുണ്ടാവും. ഓക്കെ, പഞ്ചസാര നമ്മുടെ ഷുഗർ കരിയായിട്ടുണ്ടാവും. പഞ്ചസാരയുടെ കളർ എന്താ? വൈറ്റ് കളറാണ് അല്ലേ. ഹീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അതിനൊരു ബ്ലാക്ക് കളർ വരും. എന്തുകൊണ്ടായിരിക്കും ആ ബ്ലാക്ക് കളർ വരുന്നതിന്റെ റീസൺ ആര് പറഞ്ഞുതരും? എനി റീസൺ? ഓക്കെ, ദൃശ്യക്ക് എന്ത് തോന്നുന്നു? ആ ബ്ലാക്ക് കളർ എന്തായിരിക്കും? അറിയില്ല. ഓക്കെ, എനിബഡി ആർക്കെങ്കിലും അറിയോ ബ്ലാക്ക് കളർ ഏത് സബ്സ്റ്റൻസ് ആണെന്ന്? പ്രാർത്ഥന കഴിച്ചിട്ട് കാര്യമില്ല, നമുക്ക് കേൾക്കാൻ പറ്റില്ല. ഓക്കെ, ചാറ്റ് ബോക്സിൽ ഇട്ടോ, അല്ലെങ്കിൽ നീ പറയുന്നില്ല ഞാൻ വിചാരിക്കും. ഓക്കെ, ഇനി ആരാണ്? ആർക്കും അറിയില്ല, വേറെ ആർക്കും അറിയില്ല. മിസ് തന്നെ പറഞ്ഞാൽ കാർബൺ ആണ്. ഓക്കെ, കാർബൺ ആണ് ആ കറുത്ത കളർ. ഓക്കെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ ഷുഗർ ഇല്ലേ, ഷുഗർ എന്ന് പറയുന്നതും ഇതേപോലെ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് എന്തായി മാറും? അത് ഡീകമ്പോസ് ചെയ്തിട്ട് എന്തായി മാറും? കാർബൺ ആൻഡ് വാട്ടർ ഉണ്ടാവും. ഓക്കെ, ആദ്യം അതാണ് കാരമലൈസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഇന്ന് നിങ്ങൾ ചെയ്ത് നോക്കിക്കോ, വീട്ടിൽ നമുക്ക് ചെറുതായിട്ട് ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ചെറിയ എക്സ്പെരിമെന്റ് ആണ്. ഷുഗർ മാത്രം എടുത്തിട്ട് ചൂടാക്കി, പാത്രം ഒന്നും നശിപ്പിക്കരുത്, ചെറിയ ചൂടാക്കി നോക്കുമ്പോൾ ഒരു ചെറിയ ബ്രൗൺ കളർ വരും. ആൻഡ് അത് ആക്ച്വലി എന്താ ശരിക്കും? ഇറ്റ്സ് എ കാർബൺ ആൻഡ് വാട്ടർ. നന്നായിട്ട് കത്തിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. വാട്ടർ മുകളിലേക്കും പോകും, ബാക്കി കാർബൺ മാത്രം താഴെ കിടക്കും. അതാണ് ഞാൻ പറയുന്നത് കരിയായിട്ട് കിടക്കുന്നത്. വാട്ടർ എവാപറേറ്റ് ചെയ്ത് മുകളിലോട്ടും പോകും, ആൻഡ് ബാക്കി വാട്ടർ നമ്മുടെ കാർബൺ ഇറ്റ്സെൽഫ് അവിടെ കിടക്കും. സോ അത് കറുത്ത കളറായിരിക്കും. ഓക്കെ, ആൻഡ് ഷുഗർ എന്ന് പറയുന്നത് എലമെന്റ് അല്ല, ഒരു കോമ്പൗണ്ട് ആണ്. നിങ്ങൾ മനസ്സിൽ വിചാരിച്ചത് ശരിയായോ? കോമ്പൗണ്ട് ആണെന്നാണോ വിചാരിച്ചത്? യെസ്, കാരണം കോമ്പൗണ്ട് ആണെങ്കിൽ ഇതേപോലെ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റില്ല അല്ലേ? കോമ്പൗണ്ട്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ മിസ് റീസൺ പറഞ്ഞുതരാം. ഇത് അറിയേണ്ട കാര്യം വെറുതെ അറിഞ്ഞിരുന്നു, അത്രേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഷുഗർ എന്ന് പറഞ്ഞാൽ C12H22O11 എന്ന് പറഞ്ഞിട്ട് ഒരു മോളിക്യൂളാണ്, ഒരു കോമ്പൗണ്ടാണ്. ഇത് വേണ്ട നിങ്ങൾക്ക്, മിസ് പറഞ്ഞതാ. അപ്പൊ കണ്ടോ, ഇതിൽ കാർബൺ ഉണ്ട്, വാട്ടറിന്റെ HO ഇങ്ങനെ ആവുന്നതാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, അറിയാൻ വേണ്ടി പറഞ്ഞാണ്, ഇത് നോട്ട് ചെയ്യണം എന്നില്ല. ഓക്കെ, അപ്പൊ ഷുഗർ എന്ന് പറയുന്നത് എന്താ? ഷുഗറിൽ ആരൊക്കെ ഉണ്ടെന്നാ മിസ് പറഞ്ഞത്? കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ. വാട്ടർ എന്ന് പറയുന്നത് ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ആണ്. അപ്പൊ എന്ത് പറയാം? ഇറ്റ് മേ ബി സ്റ്റേറ്റഡ് ദാറ്റ് ഷുഗർ ഈസ് എ കെമിക്കൽ കോമ്പൗണ്ട് കൺസിസ്റ്റിംഗ് ഓഫ് ദ എലമെന്റ്സ് കാർബൺ, ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. കിട്ടിയോ? ഷുഗർ എന്ന് പറയുന്നത് എന്താ? കാർബണും ഹൈഡ്രജനും ഓക്സിജനുമുള്ള ഒരു കോമ്പൗണ്ട് ആണ്, എലമെന്റ് അല്ല. ഇഫ് നിങ്ങളോട് പറയാണ് കോമ്പൗണ്ട് അല്ല ഷുഗർ ഒരു എലമെന്റ് അല്ല കോമ്പൗണ്ട് ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ആക്ടിവിറ്റി പറയൂ, അല്ലെങ്കിൽ ഒരു എക്സ്പെരിമെന്റ് പറയൂ എന്നൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ വരാം. അപ്പൊ എന്ത് പറഞ്ഞാൽ മതി? ഇത് ചെയ്താൽ മതി. കിട്ടുമോ? ഓക്കെ, മനസ്സിലായോ? ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ വരാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ പ്രതീക്ഷിച്ചിരിക്കേണ്ട. ഓക്കെ, അപ്പോൾ എന്താ പറയുക? ഷുഗർ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ആണ്, പ്രൂവ് ഇറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറയുന്നു? നമ്മളൊരു കുറച്ച് ചൈന ഡിഷ് അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ ഒരു വെസലിൽ എടുത്തിട്ട്, ഒരു വെസലിൽ നിങ്ങൾ വീട്ടിൽ പറയുന്ന പോലെ തന്നെ പറഞ്ഞാലും കുഴപ്പമില്ല, എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഷുഗറിനെ ഹീറ്റ് ചെയ്യുന്നു. ഹീറ്റ് ചെയ്യുന്ന സമയത്ത് അതൊരു ബ്ലാക്ക് കളർ ഫോം ചെയ്യുന്നു. റീസൺ എന്തുകൊണ്ടാണ്? അവിടെ ഹീറ്റിംഗ് സമയത്ത് അവിടെ കാർബൺ ആൻഡ് വാട്ടർ ആണ് ഉണ്ടാവുക. ആൻഡ് നമുക്ക് എന്ത് പറയാം? ഇറ്റ്സ് എ കോമ്പൗണ്ട് കൺസിസ്റ്റിംഗ് ഓഫ് എലമെന്റ്സ് കാർബൺ, ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. കിട്ടിയോ? കിട്ടിയെങ്കിൽ ഒരു ടാറ്റ കാണിച്ചേ. യെസ്, കിട്ടാത്തവരുണ്ടെങ്കിൽ റൈസ് ഹാൻഡ് ഇട്ടേ. കിട്ടാത്തവർ? എനിബഡി? കൺഫ്യൂഷൻസ്? ആരോൺ, എടാ നിന്റെ ബുക്കൊന്നും കാണുന്നില്ല, ഒന്ന് പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്തിട്ടാടാ. ഓക്കെ, ഇനി ആർക്കും ഡൗട്ടില്ല? ഓക്കെ, ഡൗട്ട് ഉണ്ടെങ്കിൽ പറയൂ, ഡൗട്ട് ഉണ്ടെങ്കിൽ സോൾവ് ചെയ്യാൻ നമുക്ക്. അല്ല, കിട്ടി എന്ന് പറഞ്ഞതാ, എനിക്ക് കിട്ടിപ്പോയി. അല്ല, ഡൗട്ടാണ്. ഓക്കെ, എന്നാ ചോദിച്ചോ. ഷുഗറിന്റെ പാർട്ടിക്കിൾ ഇല്ലേ, ആ കാർബൺ ഒക്കെ പറയില്ലേ, അതൊക്കെ സ്വീറ്റ് ആയിരിക്കുമോ? അല്ല, അത് നമ്മൾ ഇന്നലെ പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഹൈഡ്രജന്റെ ക്യാരക്ടറും ഓക്സിജന്റെ ക്യാരക്ടറും വേറെ, പക്ഷെ വാട്ടർ ക്യാരക്ടർ വേറെ അല്ലേ? സോഡിയത്തിന്റെ ക്യാരക്ടർ വേറെ, ക്ലോറിന്റെ ക്യാരക്ടർ വേറെ, പക്ഷെ സോൾട്ടിന്റെ ക്യാരക്ടർ വേറെ അല്ലേ? ലൈക്ക് ദിസ്, കാർബൺ വേറെ, ഹൈഡ്രജൻ വേറെ, ഓക്സിജൻ വേറെ. പക്ഷെ ഇവരൊക്കെ ക്ലബ് ചെയ്തപ്പോൾ ഞാൻ മിസ് ഒരു ഫോർമുല കാണിച്ചില്ലേ, ആ ഒരു ഫോർമുലയിൽ ചേരുമ്പോൾ അത് ഷുഗർ ആവും. അങ്ങനെയാണ്, സയൻസ് ഇസ് എ മാജിക്. ഓക്കെ, നൈസ് ഡൗട്ടടാ. ഓക്കെ, ഇനി ആർക്കും ഡൗട്ട് ഒന്നുമില്ല എന്ന് വിചാരിക്കുന്നു. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി ഒരു വലിയ എക്സ്പെരിമെൻറ്റിലേക്ക് നമുക്ക് പോകാനുണ്ട്. ഓക്കെ, എല്ലാവരും റെഡിയാണോ?
യെസ്. അപ്പോൾ അത് ഇത്തിരി പണിയെടുത്തിട്ട് ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റിയാണ്. അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക. കുറേ പോർഷൻസ് ആ ഒരു ഭാഗം പല ഭാഗങ്ങളായിട്ടാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ മിസ് കുറച്ച് പൊടികൾ പൗഡേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇത് കണ്ടിട്ട് എന്ത് തോന്നുന്നു? കണ്ടിട്ട് തോന്നാൻ കാര്യമില്ല, എന്നാലും ഒന്ന് ഗസ് ചെയ്ത് നോക്കാം, രസമല്ലേ? ഓക്കെ. എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ആരുണ്ട്? ഭയങ്കര ഐഡിയയാണ്. മഞ്ഞപ്പൊടി. എന്താണ്? എന്ത് പൗഡർ? ഗൺ പൗഡർ അല്ല. അല്ല, മിസ് തന്നെ കൊണ്ടുവരാം, ഞാൻ തന്നെ പറയാം. ഓക്കെ. ചിലർ കേട്ടിരേണ്ട ആൾക്കാരായിരിക്കും. ആദ്യം യെല്ലോ കളർ കാണിച്ചത് സൾഫർ പൗഡറാണ് കേട്ടോ. ഓക്കെ. യെല്ലോ കളർ കണ്ടത് സൾഫർ പൗഡറാണ്. ആൻഡ് ആ കളറ് അയേൺ ആണ്. അയേൺ ഫില്ലിംഗ് എന്ന് പറഞ്ഞാൽ അയണിന്റെ പൗഡർ എന്ന് ഉദ്ദേശിച്ചത് തന്നെയാണ്. നെയിം മാത്രമേ മാറ്റുള്ളൂ. അയേൺ പൗഡർ എന്ന് തന്നെ ഉദ്ദേശിക്കുക. അയൺ ഫില്ലിംഗ് എന്ന് പറയുള്ളൂ. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ. അപ്പൊ 2 പൗഡേഴ്സ് ആണ് മിസ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്, സൾഫർ പൗഡറും അയേൺ ഫില്ലിങ്ങും. ഓക്കെ, കിട്ടിയില്ലേ? യെസ്. ഇനി നമ്മുടെ പരിപാടി ഇതിനെ നമ്മൾ മിക്സ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ. വേറൊരു പ്ലേറ്റ് എടുക്കുക, ഒരു ഡിഷ് എടുത്തിട്ട് അതിൽ നമ്മൾ എന്ത് ചെയ്യുക, വാച്ച് ഗ്ലാസ്സിലാണല്ലോ ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ വാച്ച് ഗ്ലാസ് എന്നാണ് ഈ ഒരു പ്ലേറ്റിനെ പറയുന്നത്, വാച്ച് ഗ്ലാസ് എന്നാണ് കേട്ടോ. അപ്പോൾ വേറൊരു വാച്ച് ഗ്ലാസ് എടുക്കുന്നു, നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ മിക്സ് ചെയ്യാൻ പോവാണ്. ഓക്കെ. ജസ്റ്റ് എടുത്ത് മിക്സ് ചെയ്യുന്നതാണ്, വേറെ എക്സ്ട്രാ വാട്ടർ ഒന്നും ആഡ് ചെയ്യുന്നില്ല. ആൻഡ് ഇറ്റ് ലുക്സ് ലൈക്ക് ദിസ്, റൈറ്റ്? ഇങ്ങനെയല്ലേ കാണാൻ പറ്റുക? കിട്ടിയോ? യെസ്. ഇതിന് ഞാനൊരു പേര് കൊടുക്കാമാണ്, സാമ്പിൾ എ. ഓക്കെ. സാമ്പിൾ എ എന്നായിരിക്കും. നിങ്ങൾ ആക്ടിവിറ്റി 8.5 എന്ന് എഴുതിയാൽ മതി, അതിലെല്ലാം ഉണ്ട്, ടെക്സ്റ്റിലുണ്ട്. അതുകൊണ്ടാണ് മിസ് പറഞ്ഞത് കേട്ടോ. 8.5 നോക്കുമ്പോൾ അങ്ങനെ നോക്കുക. ആൻഡ് സാമ്പിൾ എ എന്നായിരിക്കും നമുക്ക് എന്ത് കിട്ടുന്നത്, ആ ഒരു മിക്സ്ചറിനെ ഞാൻ എടുത്തു വെച്ചിരിക്കണം. മിസ്സിന്റെ ക്വസ്റ്റ്യൻ ഇതാണ്, ഈസ് ദിസ് എ യൂണിഫോം ഓർ നോൺ യൂണിഫോം മിക്സ്ചർ? ആര് പറഞ്ഞു തരും? യൂണിഫോം ആണോ നോൺ യൂണിഫോം ആണോ? വെയ്ത്ത്. യെസ്. ഇത് കണ്ടിട്ട് എന്താ തോന്നുന്നത്? യൂണിഫോം ആയിട്ട് ഇരിക്കുകയാണോ അതോ നോൺ യൂണിഫോം ആയിട്ട് ഇരിക്കുകയാണോ? യൂണിഫോം ആണോടാ? ഒരേപോലെ ഇരിക്കുകയാണോ? അപ്പൊ ഞാൻ അങ്ങനെ ചോദിച്ച സ്ഥിതിക്ക് മറ്റേതായിരിക്കുള്ളൂ, സ്വാഭാവികം അല്ലേടാ? ഓക്കെ, നോൺ യൂണിഫോം ആണ് കേട്ടോ. ഓക്കെ. നിങ്ങൾ അങ്ങനെയാണോ വിചാരിച്ചത്? തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ഓർത്ത് വെക്കുക. ഇത് കാണുമ്പോൾ തന്നെ വേറെ സെപ്പറേറ്റ് അല്ലേ ഇട്ടിരിക്കും, നമ്മൾ പഠിച്ചതല്ലേ? സെപ്പറേറ്റ് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നോൺ യൂണിഫോം ആയിരിക്കും. ഓക്കെ. അപ്പൊ നോൺ യൂണിഫോം മിക്സ്ചർ ആണ് ഇപ്പൊ നമ്മൾ എടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് എടുത്തതേ ഉള്ളൂ. അപ്പൊ സാമ്പിൾ എ നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട്. ഓക്കെ. ഇങ്ങനെ തന്നെയാണ് സാമ്പിൾ എ വരുന്നത്. ആൻഡ് നിങ്ങൾ സാമ്പിൾ എ സാമ്പിൾ ബി എന്ന് പറഞ്ഞ് എഴുതിയാൽ മതി. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ. ആൻഡ് സെക്കൻഡ് പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സാമ്പിൾ എ ഇല്ലേ, ഈ സാമ്പിൾ എനെ ഞാൻ നന്നായിട്ട് എന്ത് ചെയ്യാണ്, ഹീറ്റ് ചെയ്യണം. ഓക്കെ. ഈ സാമ്പിൾ എനെ നന്നായിട്ട് ഹീറ്റ് ചെയ്യാണ്. അപ്പൊ എന്ത് കളർ വരും എന്ന് ആർക്കെങ്കിലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? യെസ്. ആര് പറഞ്ഞു തരും? ആർക്കും പ്രഡിക്ഷൻ ഒന്നുമില്ല. എനിബഡി പ്രഡിക്ഷൻ? അമീന് എന്താ പ്രഡിക്ഷൻ? ഒരു കരിഞ്ഞ കളർ. ഹീറ്റ് ചെയ്ത സ്ഥിതിക്ക് കരിഞ്ഞ കളർ വരും അല്ലെ? നോക്കാം നമുക്ക്. ഇതാണ് ഉദ്ദേശം, ഈ കരിഞ്ഞ കളർ? ഓ, എൻ്റെ ഉദ്ദേശമൊക്കെ കറക്റ്റ് ആണ്, ഞാൻ പുല്ലിയാണ്. ഓക്കെ. ദെൻ മക്കളെ, ഇത് ഒരു ബ്ലാക്ക് മാസ് കിട്ടും എന്ന് പറയാം. ഓക്കെ. ബ്ലാക്ക് കളർ പൗഡർ അല്ലെ? പൗഡർ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ഒരു സോളിഡ് ആയിട്ട് ഇങ്ങനെ കിടക്കണം. പൗഡർ അല്ല അല്ലേ? പൗഡർ നേരത്തെ ഞാൻ കാണിച്ചില്ല, യെല്ലോ കളർ പൗഡർ. അത്ര അങ്ങനെ ഇരിക്കാൻ പറ്റുന്നില്ല, ഒരു ചെറിയ സോളിഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ. ഓക്കെ. യെസ്. ഫൈൻ പൗഡർ അല്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഫൈൻ പൗഡർ അല്ല, ബ്ലാക്ക് മാസ് എന്നാ പറയാം. ബ്ലാക്ക് മാസ് ഫോം ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതിനെ നമ്മൾ സാമ്പിൾ ബി എന്നും പേര് കൊടുത്തു. ഓക്കെ. അപ്പൊ സാമ്പിൾ എ എന്ന് പറഞ്ഞ മിസ് പറഞ്ഞത് ഒരു യെല്ലോ ആൻഡ് നമ്മുടെ അയൺ ഫില്ലിങ് മിക്സ് ചെയ്ത് വെച്ച ആ ഒരു മിക്സ്ചർ ഇല്ലേ, ആദ്യം തന്നെ മിക്സ് ചെയ്ത് വെച്ച് ജസ്റ്റ് ഒന്ന് സ്റ്റിർ ചെയ്തെടുത്ത ആ മിക്സ്ചർ ആയിരുന്നു സാമ്പിൾ എ. ആൻഡ് ഹിയർ നമ്മൾ ഹീറ്റ് ചെയ്തപ്പോൾ നമുക്ക് സാമ്പിൾ ബി കിട്ടി. ഓക്കെ. ഇനി കുറച്ച് എക്സ്പെരിമെന്റ്സ് നമ്മൾ ചെയ്തു നോക്കാൻ പോവാണ്. ഓക്കെ. ചെയ്തു നോക്കാം. ആദ്യം തന്നെ സാമ്പിൾ എയും സാമ്പിൾ ബിയും നിരത്തി അങ്ങോട്ട് വെക്കുന്നു. ആൻഡ് ആദ്യം നമുക്ക് നോക്കി നോക്കാം. എക്സ്പെരിമെന്റ് ഇതാണ്. അപ്പിയറൻസ് നോക്കിയിട്ട് പറഞ്ഞാൽ മതി. കളർ എന്താണ്, ടെക്സ്ചർ എന്താണ്. അപ്പൊ കളർ എന്താണ് സാമ്പിൾ എൻ്റെ എന്ന് ആര് പറഞ്ഞു? കളർ എങ്ങനെ ഇരിക്കുന്നു എന്ന് ആര് പറയും? കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്ന കാര്യം. ജോയൽ. ഓക്കെ. ജോയൽ. യെസ്. ദാ കളർ കണ്ടിട്ട് എന്താ തോന്നുന്നത്? സാമ്പിൾ എയുടെ ഒരു യെല്ലോ ആൻഡ് ബ്ലാക്ക് മിക്സ്ചർ ആയിട്ട് തന്നെയാണ് കളറും ഇരിക്കുന്നത്. അടിപൊളി. ആൻഡ് സാമ്പിൾ ബിയുടെ
ബ്ലാക്ക്, ഓൺലി ബ്ലാക്ക്, ദാറ്റ്സ് ഇറ്റ്. അത്രേ ഉള്ളൂ. സിമ്പിൾ ചോദ്യം ഇപ്പൊ ഇതിനോട് വെച്ചത്. ഇന്നാ അടുത്ത ആൾ ആര് പറഞ്ഞു? ടെക്സ്ചർ എന്ന് ഉദ്ദേശിച്ച് എങ്ങനെയാണ്? പൗഡർ ആയിട്ടിരിക്കുകയാണോ എന്നൊക്കെയാണ് കേട്ടോ ടെക്സ്ചർ. ആര് പറഞ്ഞുതരും? ഋഷിക. ഓക്കേടാ, ഗുഡ് ഈവനിങ്. ഓക്കെ, ടെക്സ്ചർ എങ്ങനെയാ? സാമ്പിൾ എങ്ങനെയാ ഇരിക്കുന്നത്? സോളിഡ് ആയിട്ടാണോ ഒരു ഗ്രാനുലാർ പൗഡർ ലുക്ക് ആണോ എന്നാണ് ചോദിച്ചത്. യെസ്, പൗഡർ. ഇവിടെ നമ്മൾ ഗ്രാനുലാറിന് എഴുതിയാൽ മതി. വേറെ ഒന്ന്. ഓക്കെ, ഇപ്പം നേരത്തെ പറഞ്ഞത് ശരിയാണ്. ഗ്രാനുലാറിന് എഴുതിക്കോട്ടോ. പൗഡറും ആൻഡ് ഗ്രാനുലർ സെയിം തന്നെയാണ്. ഗ്രെയിൻസ് എന്നൊക്കെ പറയില്ല നമ്മൾ, അരിപ്പൊടിനൊക്കെ നമ്മൾ പഠിച്ചതല്ലേ, ഗ്രെയിൻസ് ഓഫ് റൈസ് ഫ്ലോർ എന്നൊക്കെ പഠിച്ചില്ലേ, അതൊക്കെ തന്നെ. അതേപോലെ അത്രയും ഗ്രെയിൻസ് അത്രയും ചെറുതായിട്ട് കാണപ്പെടുന്നു, അത്ര ഉദ്ദേശിച്ചിട്ടുള്ളൂ. വേറെ മീനിങ് ഒന്നും ഇല്ല അതിന്. ഓക്കെ, അങ്ങനെ സാമ്പിൾ ബി എങ്ങനെ ഇരിക്കുകയാണ്? സാമ്പിൾ ബി ആര് പറയും? സാമ്പിൾ ബി ഒരു പ്രാവശ്യം പറഞ്ഞു തന്നതാണ്, അതുകൊണ്ടൊന്ന് ആലോചിച്ച് പറഞ്ഞാൽ മതി. നേത്ര. സാമ്പിൾ ബി ഗ്രാനുലാർ ആണ് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ എന്ത് പറയും? കട്ടയായിട്ടിരിക്കുന്നതിന് നമ്മളൊരു വാക്ക് പഠിച്ചു. സോളിഡ്. കട്ടയായിട്ടിരിക്കുന്നത്, ഹാർഡായിട്ടിരിക്കുന്നത് സോളിഡ് എന്ന് പഠിച്ചതല്ലേ, അത് തന്നെ. അപ്പൊ ഇത്രയും കാര്യമാണ് നമുക്ക്. ഈ ബോക്സ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ കേട്ടോ. ഓക്കെ, ടെക്സ്റ്റിൽ ആൻസേഴ്സ് ഇല്ലാത്തതാണ്. സോ ദാറ്റ് ആക്ടിവിറ്റി മാത്രം അതിൽ നിന്ന് എടുത്താൽ മതി, നോട്ട് ചെയ്താൽ മതി. ആൻഡ് ഈ ഡാറ്റ ഇങ്ങനെ തന്നെ സേവ് ചെയ്ത് വെച്ചു, മീൻസ് നോക്കി വെച്ചോ, എഴുതി വെച്ചു. റൈറ്റ്. ഓക്കെ മക്കളെ, ആദ്യം നമ്മൾ എന്ത് ചെയ്തു? രണ്ടും സാമ്പിൾ എ സാമ്പിൾ ബി എടുത്തു. അപ്പിയറൻസ് വെച്ചിട്ട് രണ്ടിനെയും ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലാസിഫൈ ചെയ്ത് നോക്കുവാണ്. ആൻഡ് സാമ്പിൾ എ എങ്ങനെ ഇരിക്കുന്നു, ബി എങ്ങനെ ഇരിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ നോക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യം ഓക്കെ ആണോ? ഇത് കിട്ടിയോ? യെസ്, ഇതിൻ്റെ താഴെ തന്നെ ആയിരിക്കും അടുത്തത് വരുന്നത് കേട്ടോ. കുറേ എക്സ്പെരിമെൻറ്റ്സ് ഉണ്ട്. ഓക്കെ, ഇതിൻ്റെ താഴെയായിട്ട് ബോക്സ് ആയിട്ട് നിങ്ങൾ വരച്ചാൽ മതി. ഇപ്പോൾ മൂന്ന് ടൈപ്പ്, ഇപ്പോൾ ഈ അപ്പിയറൻസിന് പറയുന്ന പോലെ തന്നെ 2 എണ്ണം കൂടെ എക്സ്ട്രാ ചെയ്യുന്നുണ്ട്. സോ ഇതിൻ്റെ താഴെ റോ ആൻഡ് കോളംസ് ആയിട്ട് നിങ്ങൾ ചെയ്താൽ മതി. ഓക്കെ, അടുത്ത റോ പോലെ പോയി മതി. ഓക്കെ, അടുത്ത പരിപാടി എന്ന് പറയുന്നത്, അപ്പോൾ ഫസ്റ്റ് എക്സ്പെരിമെൻറ്റ് നമ്മളുടെ കഴിഞ്ഞു. നേരെ കണ്ടിട്ടുള്ള എക്സ്പെരിമെൻ്റ് ആണ്, വേറെ പരിപാടിയൊന്നും ഉണ്ടായില്ല. സോ സുഖമായിരുന്നു. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഒരു സാമ്പിൾ എ സാമ്പിൾ ബി സെയിം സാധനങ്ങൾ എടുത്തു. മാഗ്നറ്റിക് ടെസ്റ്റ് ചെയ്യാൻ പോവാം. ഓക്കെ, മാഗ്നറ്റിക് ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആര് പറഞ്ഞു തരും സാർ? ഇതിന്റെ റിസൾട്ട് ആര് പറഞ്ഞു തരും? അമയ. യെസ്, നിനക്ക് എന്ത് തോന്നുന്നടാ? സാമ്പിള് എ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? മാഗ്നറ്റ് മിസ് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ എന്ത് പറ്റും? യെസ്, അപ്പൊ അയൺ ഫില്ലിങ്സ് ഉള്ളതുകൊണ്ട് അത് അയേൺസിനെ മാത്രം എന്ത് ചെയ്യുന്നു? ഇത് ഇങ്ങനെ പിടിച്ച് വലിച്ചെടുക്കുന്നു. ഇതല്ലേ ഉദ്ദേശിച്ചത്? ബാക്കി സൾഫർ പൗഡർ അവിടെ റിമൈൻ ചെയ്ത് കിടക്കുകയും ചെയ്യും. അടിപൊളി. ഇങ്ങനെ തന്നെയാണോ മക്കളെ നിങ്ങൾക്കും തോന്നിയത്? അയൺ ഫില്ലിങ് നമ്മൾ ചെറുതിലേ ചെയ്ത് നോക്കിയിട്ടുണ്ടോ നിങ്ങൾ? മാഗ്നറ്റിൻ്റെ ഒക്കെ ഇതെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ മണ്ണിലൊക്കെ ഇട്ട് നല്ല നൈസ് പരിപാടിയല്ലേ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഫാനിൻ്റെ ഒക്കെ ഇതിൻ്റെ ഇത് കിട്ടും ചെറുതിൽ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അല്ലെങ്കിൽ വാങ്ങിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ഇതൊക്കെ ചെയ്ത് നോക്കിയിട്ടുള്ളതായിരിക്കും. അപ്പോൾ അയൺ ഫില്ലിങ്സ് ഉണ്ടെങ്കിൽ അത് അട്രാക്ട് ചെയ്യും. അടിപൊളി. ഇനി അടുത്തത് ആര് പറയും? അടുത്തതിൽ എന്തെങ്കിലും ഇതേപോലെ റിസൾട്ട് വരാൻ ചാൻസ് ഉണ്ടോ? യെസ്, അദ്വൈത്. ഓക്കേടാ, നിനക്ക് എന്ത് തോന്നുന്നു? ഇതില് ആർക്കാണ് കൂടുതൽ മാഗ്നറ്റിസം ഉള്ളത്? അതല്ലടാ ഞാൻ ചോദിച്ചത്. സാമ്പിളെ അതിൽ അയൺ ഫില്ലിങ്സിനെ അട്രാക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു. സാമ്പിൾ ബിയിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുമോ മാഗ്നറ്റിനെ ഞാൻ കൊണ്ടുവച്ചാൽ? വരും എന്ന് നീ പറയുന്നു. വരും എന്ന് പറയുന്നവർ ഇങ്ങനെ കാണിക്കാം, വരില്ല എന്ന് പറയുന്നവർ നമുക്ക് അവരെ നോക്കാം. വരും, വരില്ല, രണ്ടും പറയും കുറെ പേര്. വരാത്തവരോട് ചോദിക്കും, ഒരാളെ വിളിക്കാം സാർ. അനന്യ, എന്തുകൊണ്ടാണ് നീ വരില്ല എന്ന് പറഞ്ഞത്? അങ്ങനൊന്നുമില്ല, എനിക്ക് അങ്ങനെ കണ്ടപ്പോ തോന്നിയത്. വരാനൊന്നും സാധ്യതയില്ല അല്ലേ? ഇങ്ങനൊക്കെ വരുമോ? അങ്ങനെയാണോ? ഓക്കെ, റീസണബിൾ ആയിട്ട് ആരെങ്കിലും കയ്യിലുണ്ടോ? വരില്ല ബിക്കോസ് ഓഫ് ദിസ്. ഓക്കെ, ഹരിനന്ദയ്ക്ക് എന്തോ പറയാനുണ്ട്. ഓ, പവർ പോവും അല്ലേ? ഓക്കെ ഓക്കെ, നമുക്ക് നോക്കാടാ. യെസ്, റീസൺ മിസ് കാണിച്ചു തരാം കേട്ടോ. റീസൺ മിസ് കാണിച്ചു തരാം. അപ്പോൾ
കിട്ടിയ കാര്യം റൈറ്റ് ആണോ തെറ്റാണോ എന്ന് നോക്കാം. സോ ഇതേപോലെ തന്നെ മാഗ്നറ്റ് കൊണ്ടുവച്ചപ്പോൾ യെസ് എന്ന് പറഞ്ഞാൽ ആരോണം അവിടെ തുള്ളിച്ചാട്ടാണ് ആൻസർ ഒന്ന് ശരിയായതിന്. എൻ്റെ പൊന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പൊ സാമ്പിൾ ബിയിൽ എന്ത് സംഭവിക്കുന്നു? ഒന്നും സംഭവിക്കുന്നില്ല. ഓക്കെ, കുറെ പേര് വിചാരിച്ചാൽ ശരിയായില്ലേ? ഒന്നും സംഭവിക്കില്ല മക്കളെ, ഒന്നും സംഭവിക്കില്ല. പവർ നഷ്ടപ്പെടുന്നൊന്നുമല്ല കേട്ടോ. ഇതെന്താ സൂപ്പർമാനോ പവർ നഷ്ടപ്പെടാൻ? ഹീറ്റ് ചെയ്യുമ്പോൾ പവറൊക്കെ പോവില്ലേ മിസ്സേ? ഓക്കെ, ഇവിടെ നമ്മൾ ഹീറ്റ് ചെയ്യുന്നതുകൊണ്ടല്ല. ആക്ച്വലി ഇവിടെ എന്താണോ സംഭവിച്ചത്, ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം അയേണും ഉണ്ട്, അതേപോലെ തന്നെ ആരും ഉണ്ട്, സൾഫറും ഉണ്ട് അല്ലേ? അയേണും ഉണ്ട്, സൾഫറും ഉണ്ട്. ഓക്കെ, ഇത് അയേണ് പ്ലസ് സൾഫർ തന്നെയാണ് ഇവിടെ. ആദ്യത്തതിലും രണ്ടാമത്തതിലും അയൺ പ്ലസ് സൾഫർ ആണ്. ദിസ് ഈസ് എ മിക്സ്ചർ. ഓക്കെ, ദിസ് ഈസ് എ മിക്സ്ചർ. രണ്ടും വെറുതെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളൂ. അവിടെ റിയാക്ഷൻ ഒന്നും നടന്നിട്ടില്ല, വെറുതെ മിക്സ് ചെയ്തിട്ടുള്ളൂ. മറ്റേതിൽ ഞാൻ ഹീറ്റ് ചെയ്തു അല്ലേ? ഹീറ്റ് ചെയ്തപ്പോൾ രണ്ടും കൂടെ റിയാക്ട് ചെയ്തിട്ട് അയേൺ സൾഫൈഡ് എന്ന് പറയുന്ന ഒരു ആള് ഫോം ചെയ്തിട്ടുണ്ട്. അയേൺ സൾഫൈഡ്, പേരൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ കേട്ടോ. അയേൺ സൾഫൈഡ്. ഓക്കെ, ആദ്യത്തേൽ വെറുതെ മിക്സ് ചെയ്താൽ ഞാൻ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇപ്പൊ ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ ഓരോന്നിനും ഓരോ ടെമ്പറേച്ചർ ഒക്കെ വേണം. അതുകൊണ്ടാണ് കേട്ടോ ആ റിയാക്ഷൻ നടക്കുന്നത്. അല്ലാണ്ട് എന്തുകൊണ്ട് രണ്ടും ഒരേപോലെ തന്നെയല്ലേ എന്ന് വിചാരിക്കേണ്ട. ആ ടെമ്പറേച്ചറിൽ ആ റിയാക്ഷൻ നടക്കുള്ളൂ. ഒരുപാട് കാര്യങ്ങൾ വേണം ഒരു റിയാക്ഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ. ചിലത് നേരിട്ട് നടക്കും, ചിലത് അങ്ങനെയല്ല. ഓക്കെ, ചിലത് പ്രഷർ വരേണ്ടി വരും, ചിലതിന് ടെമ്പറേച്ചർ വേണ്ടി വരും, ചിലതിന് വേറെ ആൾക്കാർ വേണ്ടി വരും, അങ്ങനെയൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ റിയാക്ഷൻ സിമ്പിൾ അല്ല. സോ നമുക്ക് ഇങ്ങനെ ആലോചിക്കാം. ആദ്യത്തെ സാമ്പിൾ എന്തായിരുന്നു? അയണും സൾഫറിൻ്റെയും ഒരു ചെറിയ മിക്സ്ചർ ആയിരുന്നു ഫോമാറ്റ് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ, രണ്ടാമത്തേൽ ഞാൻ ഹീറ്റ് ചെയ്യുമ്പോൾ അയൺ സൾഫൈഡ് എന്ന് പറയുന്ന ഒരാൾ ഫോം ചെയ്യുന്നുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഈ അയേൺ സൾഫൈഡ് ഇപ്പൊ തന്നെ ഞാൻ കഴിഞ്ഞ ഇതിലും ഇപ്പോഴും നമ്മൾ പറഞ്ഞൊരു കാര്യം, അയേണിന്റെ ക്യാരക്ടറും സൾഫറിന്റെ ക്യാരക്ടറും നമ്മൾ അയേൺ സൾഫൈഡിന് വരണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഓക്കെ, അയേണിന്റെ ക്യാരക്ടറും സൾഫൈഡ് അല്ലെങ്കിൽ സൾഫറിന്റെ ക്യാരക്ടറും രണ്ടും രണ്ട് എലമെന്റ്സ് ആണ്. ഈ ക്യാരക്ടർ ആർക്ക് വരണമെന്നില്ല, നമ്മുടെ കോമ്പൗണ്ടിന് വരണം എന്നില്ല എന്ന് മിസ് പറഞ്ഞ ഓർമ്മയുണ്ടോ? അല്ലേ? സോഡിയത്തിന്റെ കേസിലും വാട്ടറിന്റെ കേസിലും ഒക്കെ പറഞ്ഞ കാര്യമാണ്. സെയിം കാര്യം തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ അയൺ സൾഫൈഡിന് ഈ അയണിന്റെ ക്യാരക്ടർ ഉണ്ടാവണം എന്നില്ല. സോ ദാറ്റ് ഇത് ആക്ച്വലി എന്ത് ചെയ്യുന്നില്ല, അത് മാഗ്നറ്റിനെ അട്രാക്ട് ചെയ്യുന്നില്ല. കിട്ടിയോ? റീസൺ കിട്ടിയോ? ഓക്കെ, അപ്പൊ നമുക്ക് ആ ബോക്സ് ഒന്ന് ഫില്ല് ചെയ്ത് നോക്കാം. സാമ്പിൾ എ, സാമ്പിൾ ബി, മാഗ്നറ്റിക് ടെസ്റ്റ്. സാമ്പിൾ എ എന്ത് സംഭവിക്കുന്നു? ആര് പറഞ്ഞു തരും? ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യമാണ്. അപ്പൊ ആര് പറഞ്ഞു തരും? സയൻസ്. സാമ്പിൾ എ എന്ത് ചെയ്തു? അടിപൊളി, അയണിന്റെ പാർട്ടിക്കിൾ മാത്രം അട്രാക്ട് ചെയ്തു. സൂപ്പർ. ആൻഡ് സാമ്പിൾ ബി എന്ത് സംഭവിച്ചു? ഒന്നും ആയില്ല, പ്രത്യേകിച്ച് അവിടെ ഒന്നുമില്ല. നോ എഫക്റ്റ്, നോട്ട് അട്രാക്റ്റഡ് ടു ദ മാഗ്നറ്റ്. കിട്ടിയോ? രണ്ടാമത്തെ ആക്ടിവിറ്റിയും കിട്ടിയോ? രണ്ട് ആക്ടിവിറ്റീസ് ഇപ്പം നമ്മൾ ചെയ്തു. അതാണ് മിസ് പറഞ്ഞാൽ താഴെ തന്നെ അടുത്ത റോയിൽ എഴുതിയാൽ മതി. പിന്നെ ഈ ബോക്സ് ഒന്നും വരയ്ക്കാൻ നിൽക്കണ്ട. ഓക്കെ, വെറുതെ എന്തിനാ എക്സ്ട്രാ എക്സ്പെരിമെന്റ് സാമ്പിൾ എ, സാമ്പിൾ ബി കൊണ്ടു കിടക്കുന്നത്? സെയിം കാര്യം തന്നെയാണ്. ഓക്കെ, ഇനി ഒരു ചെറിയ വാമപ്പ് കൊടുത്താലോ സാർ നമുക്ക്? യെസ് അല്ലേ? 1 minute. ഓക്കെ, ബാക്കി എല്ലാവരും എഴുന്നേറ്റോ. ഇതൊക്കെ കഴിഞ്ഞിട്ട് എഴുതാൻ പറ്റപ്പോൾ നമ്മൾ പറഞ്ഞ ആര്യ. ഓക്കെ, ആര് പറഞ്ഞിരുന്നു? ആരാണ് വാമപ്പ്? ആർക്കെങ്കിലും ലീഡ് ചെയ്യണോ? കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായ അപ്പിയറൻസിന്റെ കാര്യം പറഞ്ഞു, മാഗ്നറ്റിക് ടെസ്റ്റും പറഞ്ഞു കേട്ടോ. ഇത്രയും കാര്യം ഓക്കെയാണോ? ഓക്കെയാണ്. സൂപ്പർ. ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത പരിപാടിയാണ് സാമ്പിൾ എ, സാമ്പിൾ ബി. വേറെ ഒന്നും ചെയ്യുന്നില്ല. സാമ്പിൾ എനെ ഞാൻ ഹൈഡ്രോക്ലോറിക് ആസിഡ്, കേട്ടിട്ടുണ്ടോ? ഹൈഡ്രോക്ലോറിക് ആസിഡ് കേട്ടിട്ടുണ്ടാവുമല്ലോ. ഓക്കെ, ഇറ്റ്സ് ആൻ ആസിഡ്. ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് ആഡ് ചെയ്തു. ഓക്കെ, കുറച്ച് ടെസ്റ്റ് ട്യൂബ് എടുക്കുന്നു. ആ ടെസ്റ്റ് ട്യൂബിൽ ആഡ് ചെയ്യുന്നു. കാണിച്ചു തരാം. ടെസ്റ്റ് ട്യൂബ് എടുക്കുന്നു. ടെസ്റ്റ് ട്യൂബിൽ ഇതേ കണ്ടോ, ആ യെല്ലോ ബ്ലാക്ക് കളർ മിക്സ്ചറിനെ നമ്മൾ ആഡ് ചെയ്ത് വെക്കുന്നു. ആൻഡ് അപ്പം എന്ത് സംഭവിക്കുന്നു നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം റിയാക്ഷൻ നടക്കുന്നുണ്ടാവും. ഓക്കെ, ഒരു റിയാക്ഷൻ നടക്കുന്നുണ്ടാവും. റിയാക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വേറെ ഒന്നും ചെയ്യുന്നില്ല. ഒരു ക്യാൻഡിൽ കൊണ്ടുവയ്ക്കുകയാണ്. ഓക്കെ, ഒരു ബേണിംഗ് ക്യാൻഡിൽ കൊണ്ടുവയ്ക്കുകയാണ്. ആൻഡ് ബേണിംഗ് ക്യാൻഡിൽ കൊണ്ടുവച്ച സമയത്ത് ഈ സൗണ്ട് നമ്മൾ എവിടെയോ കേട്ടിട്ടുള്ള ഒരു സൗണ്ടാണല്ലോ. ഒരു പോപ്പ് സൗണ്ടിലാണ് അത് ബേൺ ചെയ്തത്. ഓക്കെ, ഒരു പോപ്പ് സൗണ്ടിൽ ബേൺ ചെയ്തു. സോ വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ്? ആര് പറഞ്ഞുതരും എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു സൗണ്ട് വന്നത്? യെസ്, ആര് പറഞ്ഞുതരും? വിനായക്. എന്തായിരുന്നടാ റീസൺ?
ഹൈഡ്രജൻ ഗ്യാസ് ഫോം ആയിട്ടുണ്ടാവും. യെസ്, ഹൈഡ്രജൻ ഗ്യാസ് ഫോം ചെയ്തിട്ടുണ്ട്. ഹൈഡ്രജൻ ഗ്യാസ് ഫോം ചെയ്താൽ എന്ത് പറ്റും? പോപ്പ് സൗണ്ടിൽ ബേൺ ചെയ്യും. നമ്മൾ പഠിച്ച കാര്യമാണ്. ഓക്കെ അല്ലേ? അത് ഓക്കെ ആണോ? യെസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു എക്സ്പെരിമെന്റ് ഒന്ന് ആ ഒരു റിയാക്ഷൻ കൂടി നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ. അയൺ പ്ലസ് ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഗിവ്സ് അയൺ ക്ലോറൈഡ് പ്ലസ് ഹൈഡ്രജൻ ഗ്യാസ്. ഓക്കെ, നമ്മൾ അയൺ മാത്രം എന്തുകൊണ്ടാണ് വന്നത്? അവിടെ സൾഫർ ഉണ്ടായിരുന്നില്ലേ? മിക്സ് എടുത്തപ്പോൾ ആ മിക്സ്ചറിൽ അയൺ ഉണ്ടായി, സൾഫറും ഉണ്ടായി അല്ലേ? പക്ഷെ അവിടെ സൾഫർ ഹൈഡ്രോക്ലോറിക് ആസിഡ് ആയിട്ട് റിയാക്ട് ചെയ്യില്ല, അയൺ മാത്രമേ റിയാക്ട് ചെയ്യുള്ളൂ. ഓക്കെ, ഓരോരുത്തർക്കും ഓരോ ക്യാരക്ടർ ഉണ്ട്. അല്ലാണ്ട് ഇന്നയാൾ എന്ത് പോയി റിയാക്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ അത്യാവശ്യം സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു എലമെന്റ് ആണ്, അത്യാവശ്യം സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്ന ആളാണ്. അതുകൊണ്ടാണ് അയൺ പോയി റിയാക്ട് ചെയ്തത്, വേറെ ഒന്നുമില്ല കേട്ടോ. സൾഫർ റിയാക്ട് ചെയ്യില്ല, അത്ര ആലോചിച്ചാൽ മതി. അപ്പൊ അയൺ എന്ത് ചെയ്തു? ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അയൺ ക്ലോറൈഡ് ഉണ്ടാകും ആൻഡ് ബാക്കി കുറച്ച് ഹൈഡ്രജൻ ഉണ്ടാവും. ഓക്കെ, അയൺ എന്ന് പറയുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് അയൺ ക്ലോറൈഡ് ഉണ്ടാവും, ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടാവും. അപ്പൊ ഹൈഡ്രജൻ ഗ്യാസ് എവിടേക്ക് പോയിട്ടുണ്ടാവും? അയൺ ക്ലോറൈഡ് അവിടെ താഴെ ഒരു ഗ്രീൻ കളറിൽ അവിടെ കിടക്കും. ഓക്കെ, ആ ടെസ്റ്റ് ട്യൂബിൽ തന്നെ കിടക്കും. ആൻഡ് ആ ഹൈഡ്രജൻ അവിടെ നിൽക്കില്ലല്ലോ, ഇറ്റ്സ് എ ഗ്യാസ്. അപ്പൊ അത് എന്ത് ചെയ്യും? മുകളിലോട്ട് ഇങ്ങോട്ട് പോകും. ആ പോകുന്ന ഗ്യാപ്പിൽ എന്ത് പറ്റും? നമ്മൾ ബേണിംഗ് ക്യാൻഡിൽ കൊണ്ടുവച്ചപ്പോൾ ജസ്റ്റ് ഒരു പോപ്പ് സൗണ്ടിൽ അത് ബേൺ ചെയ്തു. ഓക്കെ അല്ലേ? കിട്ടിയല്ലോ? യെസ്. അപ്പൊ എന്റെ മക്കൾ ഇതൊന്ന് വേഗം പഠിച്ചേ. ആ സാമ്പിൾ എയുടെ റിയാക്ഷൻ ഒക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. സാമ്പിൾ എയുടെ റിയാക്ഷൻ കേട്ടോ. അയൺ പ്ലസ് ഡൈല്യൂട്ട്സ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഗിവ്സ് അയൺ ക്ലോറൈഡ് പ്ലസ് ഹൈഡ്രജൻ ഗ്യാസ്. എളുപ്പമാണ് റിയാക്ഷൻ. 2 റിയാക്ഷൻസ് ഈ ഒരു എക്സ്പെരിമെന്റിൽ പഠിക്കാനുള്ളൂ. രണ്ടും മാറിപ്പോരുത്, സാമ്പിൾ എയുടെയും സാമ്പിൾ ബിയുടെ. അതുകൊണ്ടാണ് അപ്പം തന്നെ പഠിച്ചു പോകാന്ന് പറഞ്ഞത്. യെസ്, പഠിച്ചു കഴിഞ്ഞവരൊന്ന് റേസ് ഹാൻഡ് ഇടാം കേട്ടോ. പഠിച്ചു കഴിഞ്ഞവർ. എന്നിട്ട് ഡൗട്ട് സാമ്പിൾ ബിയുടെ കാര്യം കൂടെ ചോദിച്ചിട്ട് നമുക്ക് ഡൗട്ട് വയ്ക്കാം. യെസ്, പഠിച്ചു കഴിഞ്ഞവരുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? റേസ് ഹാൻഡ് ഇടാം. ഓക്കെ, പഠിച്ചു കഴിഞ്ഞു. വേഗം എല്ലാവരും പഠിച്ചു കഴിഞ്ഞു. റേസ് ഹാൻഡ് ഇടുന്ന എണ്ണം കുറവാണ്. എനിക്കിത് പോരാ. സിമ്പിൾ റിയാക്ഷൻ ആണ്. പഠിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. അല്ലാതെ കഷ്ടപ്പെട്ടിരുന്ന് പഠിക്കുന്ന പാവം കുട്ടികൾ. ഓക്കെ, നമുക്കൊന്നാ ഒരാളോട് ചോദിക്കാം ആദ്യം. ആരോട് ചോദിക്കും? ശരത്. സായന്ത്. ഓക്കെ, സായന്ത് എന്നല്ലേ, ശരത്ത് എന്നാണ് വായിച്ചത്. സോറി. യെസ്, ദാ കണ്ണടച്ച് പറഞ്ഞോ. എന്താ റിയാക്ഷൻ സാമ്പിൾ എയുടെ? Iron diluted hydrochloric acid give iron ക്ലോറൈഡ്. chloride plus gas. യെസ്. അപ്പൊ എൻ്റെ മക്കൾ എന്താണെന്ന് വെച്ചാൽ ഒരു ബ്ലാങ്ക് പേപ്പർ എടുക്കുക കേട്ടോ. പെട്ടെന്ന് തന്നെ ഒരു ബ്ലാങ്ക് പേപ്പർ എടുക്കുക ആൻഡ് വേഗം തന്നെ ആ റിയാക്ഷൻ എഴുതുക. ഓക്കെ, ആ ബ്ലാങ്ക് പേപ്പർ എടുക്കുക, പെട്ടെന്ന് തന്നെ റിയാക്ഷൻ എഴുതുക. ഒരു 5 സെക്കൻഡ്സേ മിസ് തരുള്ളൂ. ഞാൻ ഇവിടെ നിന്ന് എണ്ണും. ഭയങ്കര കുറച്ച് സമയം തരുന്നുള്ളൂ. ടൈം തന്നില്ല എന്ന് പറയരുത്. ഓക്കെ, വേഗം എഴുതിക്കോ. സാമ്പിൾ എല്ലാവരും എഴുതണം കേട്ടോ. എനിക്ക് എല്ലാവരെയും കാണണം സ്ക്രീനിൽ. കള്ളത്തരം ഒന്നും ചെയ്യണ്ട. ഇല്ല എന്ന് പറയണ്ട. അദ്വൈതം എഴുതിക്കോ. ആ, എല്ലാവരും എഴുതണം. എല്ലാവരെയും സ്ക്രീനിൽ എനിക്ക് കാണണം. വെറുതെ ഒരാളോടും 2 ആളോട് ചോദിച്ചാൽ അയാൾ മാത്രം പറയും. ഇനി പ്ലസും മൈനസും ഒന്നും ഉണ്ടാവില്ല. ഇത് മൈനസ് ഇല്ല, നല്ല ഗീവ്സ് ഒന്നും ഉണ്ടാവില്ല. അപ്പം റിയാക്ഷൻ എഴുതി തന്നെ പഠിക്കാം. ഓക്കെ, 3, 2, 1 ടൈംസ് അപ്പ്. അപ്പം എൻ്റെ മക്കൾ ആ സ്ക്രീനിലേക്ക് കാണിച്ചേ. എല്ലാവരും സ്ക്രീനിൽ കാണിക്കുക എഴുതിയത്. യെസ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് തന്നെ ചെക്ക് ചെയ്ത് നോക്കാം. കാണുന്നുണ്ട്. ഇതിൽ ഒന്നും മിസ്സായി പോകരുത്. അയൺ ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഗിവ്സ് അയൺ ക്ലോറൈഡ് പ്ലസ് ഹൈഡ്രജൻ ഗ്യാസ്. എല്ലാവരും വേണം. ഈ പ്ലസ് ആരോ എല്ലാവരും വേണം. ഓക്കെ, നോക്കിയിട്ട് 1 മാർക്ക് ഉണ്ടെങ്കിൽ ഇട്ടോ. 1 മാർക്ക്. ഓക്കെ, യെസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തെറ്റിപ്പോയ ആരെങ്കിലും ഉണ്ടോ? തെറ്റിപ്പോയവർ മാത്രം റേസ് ഹാൻഡ് ഇട്ടോ. തെറ്റിപ്പോയവർ ആരുമില്ല. തെറ്റിപ്പോയവരാരുമില്ല. എനിക്ക് വയ്യ. ഉണ്ട്, തെറ്റിപ്പോയവരുണ്ട്. ഡൗട്ട് ഞാൻ ഒരു പോർഷൻ, ഒരു ചെറിയ പോർഷൻ ഉള്ളൂ, അത് കഴിഞ്ഞ് ചോദിക്കാടാ. ഇതിൻ്റെ ബാക്കിയുണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇത് ശരിയായവരാണെന്ന് വിചാരിക്കുന്നത്. തെറ്റിപ്പോയവർ എന്താ തെറ്റിപ്പോയെന്ന് വെച്ച് നോക്കുക. ഇരുന്ന് എഴുതി തന്നെ പഠിക്കുക. എപ്പോഴും റിയാക്ഷൻ പഠിക്കുമ്പോൾ മിസ് പറയുന്ന കാര്യമാണ് എഴുതി പഠിച്ചു നോക്കണം കേട്ടോ. അത് നല്ലത് കിട്ടുള്ളൂ. കാരണം സ്പെല്ലിംഗ് ഒക്കെ കുറേ മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാലും ഒരു ഭംഗി ഉണ്ടാവില്ല. നമുക്കെല്ലാം കറക്റ്റായിട്ട് വേണം. ഓക്കെ, നമ്മൾ വരയ്ക്കും ഒരു എച്ചല്ലേ പോയുള്ളൂ. അല്ല, നമുക്കത് പോയി അങ്ങനെ തന്നെ വിചാരിക്കണം.
യെസ്, സെയിം എക്സ്പെരിമെന്റ് തന്നെയാണ്. സാമ്പിൾ ബി വെച്ചിട്ട് മിസ് ചെയ്തേ ഉള്ളൂ. ഹൈഡ്രോക്ലോറിക് ആസിഡ് സെയിം എക്സ്പെരിമെന്റിന്റെ സെയിം റിപ്പീറ്റേഷൻ ആയതുകൊണ്ടാണ്. ആൻഡ് ഇവിടെ ഫ്ലെയിമിന് മാറ്റമൊന്നും വരുന്നില്ല കേട്ടോ, ഫ്ലെയിമിന് മാറ്റമൊന്നും വരുന്നില്ല. എങ്ങനെയാണോ ബേൺ ചെയ്തുകൊണ്ടിരുന്നത് അതേപോലെ തന്നെയാണ് ബേൺ ചെയ്തത്. ഓക്കെ, ഒരു മാറ്റവും ഇല്ല. എന്തുകൊണ്ടായിരിക്കും? അവിടെ എന്തുണ്ടാവില്ല? ചിലപ്പോൾ ഹൈഡ്രജൻ ഉണ്ടാവില്ല, ഓക്സിജനും ഉണ്ടായിട്ടുണ്ടാവില്ല. ഓക്സിജൻ ഉണ്ടെങ്കിൽ ബ്രൈറ്റൻ ചെയ്യും അല്ലേ, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടെങ്കിൽ എക്സ്റ്റിങ്ക്യൂഷ് ചെയ്യും അല്ലേ, കുറെ പഠിച്ചതല്ലേ, നമ്മളൊക്കെ അറിയാവുന്ന കാര്യങ്ങളല്ലേ. സോ അതൊന്നും ഇല്ല, ഡയറക്റ്റ് ആയിട്ട് ആ തീ അങ്ങനെ തന്നെ നിന്നു, ഫ്ലെയിം അങ്ങനെ നിന്നു. അപ്പോൾ അതിനും ഒരു റിയാക്ഷൻ കൂടി ഉണ്ട്, സാമ്പിൾ ബിയുടെ റിയാക്ഷൻ. അത് മിസ് പറഞ്ഞുതരാം. അയൺ സൾഫൈഡ് മിസ് പറഞ്ഞതല്ലേ, സാമ്പിൾ ബി എന്ന് പറയുന്നത് അയണും സൾഫറും കൂടിയിട്ടാണ് സൾഫൈഡ് ആയിട്ടുണ്ടായി. ആൻഡ് അതിലേക്കാണ് നമ്മൾ ഡൈലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആഡ് ചെയ്യുന്നത്. സോ അവിടെ അയൺ ക്ലോറൈഡ്, നേരത്തെ പറഞ്ഞ അയൺ ക്ലോറൈഡിന്റെ ഒപ്പം ഇവിടെ ഹൈഡ്രജൻ അല്ല ഉണ്ടാവുന്നത്, ഹൈഡ്രജൻ സൾഫൈഡ് ആണ് ഉണ്ടാവുന്നത്. ഓക്കെ, ഹൈഡ്രജൻ ഒറ്റയ്ക്ക് ഉണ്ടാകുമ്പോഴാണ് ആ പോപ്പ് സൗണ്ട് വന്നത്. ഇവിടെ ഹൈഡ്രജൻ സൾഫൈഡ് ആണ്, പ്രത്യേകിച്ച് ആ ഫ്ലെയിമിൽ ഒന്നും ചെയ്യാനില്ല പുള്ളിക്കാരന്. ഓക്കെ, കിട്ടിയോ? ഈ റിയാക്ഷൻ കിട്ടിയോ? ഹൈഡ്രജൻ എന്ന് പറയുന്നത് ഇല്ല, പകരം ഹൈഡ്രജൻ സൾഫൈഡ് ആണ് ഉണ്ടാവുന്നത്. കാരണം ഇവിടെ അയൺ സൾഫൈഡ് ആണ് റിയാക്ട് ചെയ്യുന്നത്. നേരത്തെ അയൺ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ, അയൺ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആൻഡ് ആ അയണും ഡൈല്യൂട്ട് HCl കൂടെ റിയാക്ട് ചെയ്തിട്ട്, HCl എന്ന് പറഞ്ഞാൽ ഹൈഡ്രോക്ലോറിക് ആസിഡോ. ഓക്കെ, നിങ്ങൾക്ക് അറിയാവുന്ന തന്നെ എഴുതാം, നേരത്തെ പറഞ്ഞ റിയാക്ഷൻ എഴുതാം. അയൺ പ്ലസ് ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്തുണ്ടായി? ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്തൊക്കെ ഉണ്ടായിരുന്ന മിസ് പറഞ്ഞത്? അയൺ ക്ലോറൈഡ് ഉണ്ടായി അല്ലേ, അയൺ ക്ലോറൈഡ് ഉണ്ടായി പ്ലസ് ഹൈഡ്രജൻ ഉണ്ടായി അല്ലേ, ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടായി. ഇതായിരുന്നു നമ്മൾ ആദ്യത്തെ റിയാക്ഷൻ, സാമ്പിൾ എയിൽ പറഞ്ഞ റിയാക്ഷൻ. ഹിയർ നമ്മൾ രണ്ടാമത്തെ സാമ്പിൾ ബിയിൽ ചെയ്തപ്പോൾ റിയാക്ഷൻ അടുത്തത് എങ്ങനെയാവുന്നത്? ഹൈഡ്രജന് പകരം, ഇവിടെയുള്ള ഹൈഡ്രജന് പകരം ഹൈഡ്രജൻ സൾഫൈഡ് ആകുന്നു. ഹൈഡ്രജൻ ആയിരുന്നപ്പോൾ അവിടെ പോപ്പ് സൗണ്ട് കിട്ടി. ഹൈഡ്രജൻ സൾഫൈഡിന് പ്രത്യേകിച്ച് ഒരു ചേഞ്ചും നമ്മുടെ ഫ്ലെയിമിന് കൊടുക്കാനില്ലാത്തത് കൊണ്ട് നോ ചേഞ്ച്. ഓക്കെ, കിട്ടിയോ? ഐഡിയ കിട്ടിയോ പറഞ്ഞത്? ഓക്കെ, കിട്ടിപ്പോയി. അങ്ങനെയാണെങ്കിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം നമുക്ക്. ഡൗട്ട്സ് ആർക്കെങ്കിലും ഉണ്ടോ? ബാക്കിയുള്ളവർക്ക് പഠിച്ചോളൂ. യെസ്, ആർക്കും എന്താടാ? ഇല്ല, അയ്യടോ, വെറുതെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. എനിക്ക് 1 മാർക്ക് ഉണ്ട് എന്ന് പറഞ്ഞ സന്തോഷം വേണ്ടേന്ന് ഞാൻ 10 മാർക്ക് എന്ന് പറയാം. ഇത് എഴുതുമ്പോൾ ഞാൻ 1 മാർക്ക് കൂടെ തരാം. ഞാൻ ക്ലാസ് കഴിയുമ്പോൾ ചോദിക്കും ഫുൾ മാർക്സ് കിട്ടിയ എത്ര കുട്ടികളുണ്ടെന്ന് ചോദിക്കും. അപ്പോൾ പറയണം യെസ്, ക്ലാസ്സിൽ ഫുൾ മാർക്ക്, എക്സാമിൽ ഫുൾ മാർക്ക്, അങ്ങനെ വേറെ. അയ്യോ, ഞാൻ വെറുതെ എന്തായാലും നിങ്ങൾ എഴുതിയാലോ, ഒത്തിരി മാർക്ക് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചൊരു സന്തോഷം കിട്ടുന്ന മാർക്കാണ് നമ്മളല്ലേ, അല്ലാണ്ട് വെറുതെ ടിക്കറ്റ് ഒരു സന്തോഷം കിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചാൽ എക്സ്ട്രാ പറഞ്ഞത്, കയ്യിൽ നിട്ടതാ. നേത്ര എനിക്കില്ലേ ആദ്യം മനസ്സിലായി, അയൺ പിന്നെ നമ്മുടെ ഹൈഡ്രോക്ലോറിനും അത് അതിന്റെ റിയാക്ഷൻ മനസ്സിലായി. അതിനുശേഷം നമ്മൾ അയൺ സൾഫൈഡ് അങ്ങനെ. അയൺ സൾഫൈഡ് മിസ് പറഞ്ഞില്ലേ, അയണും സൾഫറും അല്ലേ നമ്മളെടുത്ത മിക്സ്ചർ, അത് ഹീറ്റ് ചെയ്തിട്ടല്ലേ ഈ ബ്ലാക്ക് കിട്ടിയത്. ഈ ബ്ലാക്കിന് ഞാനൊരു പേര് പറഞ്ഞെന്ന് ഓർമ്മയുണ്ടോ? അയണും സൾഫറും കൂടി ചേർന്ന അയൺ സൾഫൈഡ് ഉണ്ടായി ഹീറ്റ് ചെയ്തപ്പോ, ആ അയൺ സൾഫൈഡ് ആണ് ഇത്. ഓക്കെ, അപ്പൊ സാമ്പിൾ ബിന്ന് മാറ്റിയിട്ട് നമുക്ക് വേണമെങ്കിൽ അയൺ സൾഫൈഡ് ഇങ്ങനെ ആലോചിക്കണം. ഓക്കെ, യെസ്. ഇനി ആർക്കാണ്? വിനായക്. പഠിച്ചു കഴിഞ്ഞതാണ്. ഓക്കെ, പഠിച്ചു കഴിഞ്ഞെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഒരു ബ്ലാങ്ക് പേപ്പർ എടുക്കുക, പെട്ടെന്ന് തന്നെ എഴുതാം. ബ്ലാങ്ക് പേപ്പർ തന്നെ എഴുതണം കേട്ടോ, അല്ലെങ്കിൽ നേരത്തെ എഴുതേണ്ട അടിയിൽ എഴുതിയാലും മതി. ഇത് കാണണ്ട. അദ്വൈത് ഡൗട്ട് ആണോടാ? യെസ്, എന്തായിരുന്നു? ഹൈഡ്രോജൻ എന്ന് പറഞ്ഞൊരു ഗ്യാസ് ആടാ. വാട്ടറും കെമിക്കലും കൂടുന്നതിനോ? ക്ലോറിക് ആസിഡ്. അത് ഹൈഡ്രജനും ക്ലോറിനും, ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രജനും ക്ലോറിനും ചേർന്നതാ. അപ്പൊ ഒരു ആസിഡാ ഉണ്ടാവുക. ഓക്കെ, അത്രേ ഉള്ളൂ. ഹൈഡ്രജൻ എപ്പോഴും വാട്ടറിന്റെ ആള് അത്രല്ല, ഇവര് തന്നെ എല്ലാവർക്കും പലതും ഉണ്ട്. അതേ പറഞ്ഞാൽ സയൻസ് ഇസ് എ നമ്മള് എർത്ത് എന്ന് പറയുന്നതിന് മാജിക് ആണ് ശരിക്കും. ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഉണ്ട്, എടുത്തെടുത്ത് നോക്കുമ്പോൾ ഒക്കെ ഡിഫറെന്റ് സംഭവങ്ങളായിരിക്കും.
യെസ്. അപ്പോൾ എഴുതി കഴിഞ്ഞവർ സ്ക്രീനിൽ കാണിക്കുക. സ്ക്രീൻ കാണിച്ചാൽ മാർക്ക് ഇട്ട് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ ഇൻ്റർവ്യൂ വരും. ഓക്കെ, സ്ക്രീനിൽ കാണിച്ചോ? യെസ്, സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. എല്ലാവരും കാണിക്കുക, എല്ലാവരും സ്ക്രീനിൽ കാണിക്കുക. യെസ്. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. Iron sulfide plus dilute hydrochloric acid gives iron chloride plus hydrogen sulfide. ഇത് ശരിയാക്കിയോടാ? ശരിയാക്കിയെന്നുണ്ടെങ്കിൽ 1 മാർക്ക്. തെറ്റിപ്പോയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? തെറ്റിപ്പോയവർ എല്ലാവരും ശരിയായോ? തെറ്റിപ്പോയിട്ടുണ്ട്. സ്റ്റീവ് തെറ്റിപ്പോയോ? ശരിയായെന്നാണോ? തെറ്റിപ്പോയവർ മാത്രം റൈസ് ഹാൻഡ് ഇട്ട്. എവിടെയാണ് പോകുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് മിസ്സിന്. എങ്ങനെയെങ്കിലും എവിടെയാണ് മിസ്സായി പോകുന്നതെന്ന് അറിയാനാണോ? ഓക്കെ, എല്ലാവരും ശരിയായെന്നാണോ? ഇത് വിചാരിക്കേണ്ട കേട്ടോ, തെറ്റിപ്പോയാലും സീനില്ല. ഓക്കെ, അത്രേ ഉള്ളൂ. ഓക്കെ, എന്ത് പറ്റിയടാ? എവിടെയാ പോയത്? അതുകൊണ്ടാണ് ഞാൻ എഴുതിപ്പിച്ചു നോക്കിയത്. ഓക്കെ, അടുത്ത ആൾക്കോ തന്നെയാണോ? ആരോ പ്ലസ് ഓക്കെ, കുഴപ്പമില്ല. ഒരു മിനിറ്റ്. ഹൈഡ്രജൻ സൾഫൈഡിന്റെ സ്പെല്ലിങ്ങും ഇതിൽ തെറ്റുണ്ട്, അതാണ്. ഓക്കെ, PH ആണ് കേട്ടോ, PH ആണ്, F അല്ല. ഓക്കെ, മിസ്സിൻ്റെ മിസ്റ്റേക്ക് ആയിരുന്നടാ, ശ്രദ്ധിച്ചില്ല. നീ പറഞ്ഞത് നന്നായി. ഓക്കെ, PH ആണ് കേട്ടോ. എടാ അടിപൊളി. ഓക്കെ, ഫൈൻ. ദെൻ അപ്പോൾ ഇത് ശരിയായിട്ടില്ല എല്ലാവരുടെയും. അപ്പോൾ അതൊന്ന് ശരിയാക്കുക. ആൻഡ് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും ഇനിയും ഉണ്ട് ആൾക്കാർ വീഡിയോസ് ഓൺ ചെയ്യാൻ. ഓക്കെ, ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറഞ്ഞിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. മക്കളെ, നമ്മൾ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്നുള്ളൊരു ബോധം നിങ്ങൾക്കുണ്ടോയെന്ന് മിസ്സും ചോദിക്കട്ടെ എന്ന് വിചാരിച്ചു. ആക്ച്വലി നമ്മുടെ എയിം എന്താ? ഈ ക്ലാസ് അല്ലെങ്കിൽ ഈ ഒരു വിഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ എന്താ റീസൺ, ലൈക്ക് എന്തുകൊണ്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്, നമ്മൾ പരസ്പരം കാണുന്നതിൻ്റെ റീസൺ എന്താ? നമ്മൾ പഠിക്കാനല്ലേ വന്നിരിക്കുന്നത്. 1.5 അവർ എടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോസസ്സ് മുഴുവൻ, അല്ലേ? നമ്മൾ ഫേസ് ടു ഫേസ് ആയിട്ട് തന്നെ എല്ലാവരും കാണുന്നത്. എല്ലാവരും അങ്ങനെ തന്നെയല്ലേ ഇരിക്കുന്നത്, അല്ലേ? ആൻഡ് നിങ്ങളോട് തന്നെ ചോദിക്കാം, നിങ്ങൾ ആ കാര്യത്തിൽ 100% ജെന്യുവിൻ ആണോ? ആ കമ്മിറ്റ്മെൻറ്റ് ഉണ്ടോ എന്ന് നന്നായിട്ട് ശ്രദ്ധിക്കണം. കാരണം പലരും, എല്ലാവരും അല്ല, കുറച്ച് പേരായിട്ട് ഡിവൈസ്, കാരണം നിങ്ങൾക്ക് ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് വരാൻ ചാൻസ് ഉണ്ട്. തൊട്ട് മുന്നിൽ യൂട്യൂബ് ഇരിപ്പുണ്ട്, ഇൻസ്റ്റാഗ്രാം ഇരിപ്പുണ്ട്, നിങ്ങളുടെ വാട്സപ്പ് ഇരിപ്പുണ്ട്, എല്ലാവരും ഉണ്ട്, അല്ലേ? ബട്ട് നമ്മൾ ആക്ച്വലി 1.5 അവറെ ഈ ഒരു പഠിക്കാൻ, സ്റ്റഡി എന്ന് പറഞ്ഞ രീതിയിൽ വന്നിരിക്കുന്നുള്ളൂ, അല്ലേ? ആൻഡ് ആ ടൈമിൽ ആവശ്യമില്ലാത്ത പരിപാടിക്ക് പോകണ്ട. ഓക്കെ, എൻ്റർടൈൻമെൻറ്റ്സ് വേണം, ശരിയാണ്. ബട്ട് അത് ടൈമുണ്ട്, അതിനൊക്കെ ഒരു സമയമുണ്ട്. ഓക്കെ, ഇപ്പം നമ്മൾ തന്നെ കുറേ സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എൻ്റർടൈൻമെൻറ്റ്സ് നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. ടാസ്കുകൾ തരാൻ നോക്കാറുണ്ട്. നിങ്ങൾക്ക് മാക്സിമം ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. അതിൽ കൂടുതൽ നിങ്ങളുടെ പാരൻസ് എഗ്രി ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം ആഫ്റ്റർ ദിസ് ക്ലാസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പാരൻസ് അഗ്രി ചെയ്യുന്നു, ടൈം കൺട്രോൾഡ് ആയിട്ട് ചെയ്യുന്നവർക്ക് മാത്രം. ഓക്കെ, അതും മിസ് പ്രൊമോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. സോ മിസ് പറയുന്നത് ഇത്രേ ഉള്ളൂ. ഇനി എങ്ങാനും നിങ്ങൾ ഡിവൈസ് യൂസ് ചെയ്യുക, അനദർ ഡിവൈസ്, ഫോൺ ഓർ ലാപ്ടോപ്പിൽ നിങ്ങൾ കറക്റ്റ് അല്ല, പ്രോപ്പർ ആയിട്ടല്ല, ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നില്ല, ക്ലിയർ ആയിട്ട് ശ്രദ്ധിച്ചിരിക്കുന്നില്ല എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറ്റും? പണി കിട്ടും. ഓക്കെ, ഓൾറെഡി ഇപ്പോൾ വാച്ചിങ്ങിന് വേണ്ടിയിട്ട് ഇടയ്ക്ക് വിഷ്ണു സാറ് വരുന്നുണ്ട്. ഒരുവിധം എല്ലാവരും നോക്കുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കും ഇത് സിമ്പിളായിട്ടുള്ള പരിപാടിയാണ്, ഞാനും നിങ്ങളും മാത്രമേ നിങ്ങൾ കാണുന്നല്ല. നിങ്ങളെ മുഴുവൻ എന്ത് ചെയ്യുന്നുണ്ട്? സ്ക്രീനിൽ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആൻഡ് നിങ്ങൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റെക്കോർഡിക്കലി ഉണ്ട്. ഓക്കെ, എവിഡൻസ് ഇല്ലാത്ത പരിപാടി ഒന്നുമില്ല. റെക്കോർഡിക്കലി എല്ലാം റെക്കോർഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഡയറക്റ്റ് ആയിട്ട് നിങ്ങളുടെ പാരൻസിന് അയച്ചു കൊടുക്കും. ആൻഡ് അവരെ വെറുതെ ഇവിടെ വിളിപ്പിച്ച് വരുത്തണോ ഇത്രയും ദൂരം? അപ്പോൾ അതുകൊണ്ട് കൂടെ പറയുന്നതാണ്. ദൂരമുള്ളവരോടെങ്കിൽ നേരിട്ട് അടുത്തുള്ള സെൻറ്റേഴ്സ്, ന്യൂട്ടൺസിന് ഒരുപാട് സെൻറ്റേഴ്സ് ഉണ്ടെന്ന് അറിയാം, ആ സെൻറ്റേഴ്സിലേക്ക് വിളിപ്പിച്ചിട്ടാലും കിട്ടണോടത്ത് അടിയും ചിലപ്പോൾ കിട്ടിയെന്ന് വരും. സോ എൻ്റെ മക്കൾ എന്ത് ചെയ്യുക? ആ പരിപാടിക്കൊന്നും നിൽക്കണ്ട, നിങ്ങൾ ചെയ്തു എന്നല്ല മിസ് പറയുന്നത്. ആരെങ്കിലും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കത് അറിയാൻ പറ്റും. പിന്നെ മൊത്തം ക്ലാസ്സിനും ഒരു പേരുദോഷം വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ്. 8 ന്യൂ CBSE പിള്ളേരാണ് അങ്ങനെയെന്ന് പറയരുത്. ഓക്കെ, ഒരാൾ ചെയ്താലും നമുക്ക് മൊത്തം അങ്ങനെ വരും. സോ എന്ത് ചെയ്യാം? ഇനി അത് കാണരുത്. ഇറ്റ്സ് എ ലാസ്റ്റ് വാണിംഗ്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്കിത് കാര്യം വിടച്ച് നോക്കാം. ഇനി അത് ശ്രദ്ധിച്ചാൽ മതി, സെറ്റാവും. ആൻഡ് നമുക്ക് തിരിച്ചു പോരാം. എല്ലാവരും എയർ പിടിച്ചിരിക്കുകയാണ്. ഓക്കെ, കാര്യം ശ്രദ്ധിക്കണം കേട്ടോ മക്കളെ. യെസ്, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമുക്കിനി തിരിച്ചു പോരാം, കെമിസ്ട്രിയിലേക്ക് പോരാം. യെസ്,
അപ്പോൾ മിസ് എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്? കുറച്ച് 2 റിയാക്ഷൻസ് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഓക്കെ, ആ റിയാക്ഷൻസ് രണ്ടും നമ്മൾ എഴുതിയതാണ്. ആൻഡ് ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം നമുക്ക്. എന്താ നേത്ര ഡൗട്ട്? എഴുതിയില്ല നീ? ആ ഓക്കെ, ഇന്റർവെല്ലിന് ഇമ്പോസിഷൻ. ഓക്കെ, ഒന്ന് സ്ക്രീനിൽ കാണിച്ചാൽ മതി. ഓക്കെ, ഇനി ആർക്കെങ്കിലും ഉണ്ടായിരുന്നോ ഇമ്പോസിഷൻ മിസ് തന്നത്? അല്ല, ഇമ്പോസിഷൻ തന്നതാണ്, ഇമ്പോസിഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ ഓക്കെ, ഒരാൾക്കും കൂടെ തന്നിരുന്നു ഞാൻ. യെസ്, സൂപ്പർഡാ. ഓക്കെ, അതും നമ്മൾ കറക്റ്റായിട്ട് തന്നെ പോകണം കേട്ടോ എല്ലാവരും. ശരിയാണ്. അപ്പോൾ നമുക്കിനി തിരിച്ചു വരാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അയൺ സൾഫൈഡിൻ്റെ ഒക്കെ 2 റിയാക്ഷൻസ് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ടേബിൾ നമുക്കൊന്ന് ഫില്ല് ചെയ്ത് നോക്കാം. ആ ടേബിളിന് എന്താ പറ്റിയെന്ന് നമുക്ക് നോക്കാം. യെസ്, ആ ടേബിളിൻ്റെ ബാക്കി പരിപാടിയാണ്. ഗ്യാസ് ടെസ്റ്റ് ആണ് ഇപ്പോൾ നമ്മൾ ചെയ്തത്. ഗ്യാസ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കുക. നമ്മൾ ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറയുന്ന ഇത് ചെയ്ത് നോക്കിയ സമയത്ത് എന്നിട്ട് ഒരു ബേണിംഗ് ക്യാൻഡിൽ വെച്ചിട്ട് എന്ത് ചെയ്തു, ആ ഗ്യാസസ് നമ്മൾ ഒബ്റ്റെയിൻ ചെയ്തതൊക്കെ നോക്കുകയാണ്. ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ പറയാം. കാരണം നിങ്ങൾക്കത് ഫിസിക്കലി കിട്ടാത്ത കാര്യമായതുകൊണ്ട് ഡിഫിക്കൾട്ടായിരിക്കും. ബട്ട് തോന്നുന്ന കാര്യം പറയാം. ഓർഡർ സാമ്പിൾ എയുടെ റിയാക്ഷൻ നിങ്ങളുടെ മുന്നിൽ ഉണ്ടാകും. റിയാക്ഷൻസ് 2 നമ്മൾ എഴുതി വെച്ചിട്ടില്ലേ, ആ പേജ് ഒന്ന് നോക്കിയാൽ മതി. ആൻഡ് ഓർഡർ എങ്ങനെയായിരിക്കും എന്തെങ്കിലും തോന്നുന്നുണ്ടോ? സാമ്പിൾ എ എന്ന് പറയുന്നതിൽ ഫസ്റ്റ് നമ്മൾ ഹൈഡ്രജൻ ആണ് ഇവോൾവ് ചെയ്തത്. ഹൈഡ്രജൻ ഗ്യാസ് പുറത്തേക്ക് വന്ന എക്സ്പെരിമെന്റ് അല്ലേ ആദ്യം ചെയ്തത്? പോപ്പ് സൗണ്ട് വരുന്നു എന്ന് പറഞ്ഞത്. ഓക്കെ, അവിടെ ഓർഡർ എന്ന് പറഞ്ഞാൽ സ്മെൽ ഉണ്ടാവോ ഇല്ലയോ? ഹൈഡ്രജന് സ്മെല്ലുണ്ടോ ഇല്ലയോ എന്ന് പറഞ്ഞാൽ മതി. യെസ് ആണോ? ഹൈഡ്രജൻ സ്മെല്ലുണ്ടോ? ഉണ്ടെന്ന് പറയുന്ന എത്ര പേരുണ്ട്? ഇപ്പോൾ ഹൈഡ്രജൻ്റെ ബലൂണൊക്കെ ഇങ്ങനെ തുറന്ന് നോക്കുമ്പോൾ ഹൈഡ്രജൻ സെപ്പറേറ്റ് സ്മെല്ലുണ്ടോ? ബലൂണിൻ്റെ സ്മെല്ലല്ലാതെ ഇല്ല, ഹൈഡ്രജൻ സ്മെല്ലില്ല കേട്ടോ. ഓക്കെ, നോ സ്മെൽ. ആൻഡ് രണ്ടാമത്തെ കാര്യം നിങ്ങളൊന്നും ഓർത്ത് വെച്ചേക്ക്, ഞാൻ ഹൈഡ്രജൻ സൾഫൈഡ് അല്ലേ രണ്ടാമത്തെ സാമ്പിളിൽ വന്നത് അല്ലേ? ഹൈഡ്രജൻ സൾഫൈഡ് അല്ലേ വന്നത്? അതിൻ്റെ സ്മെല്ല് എന്താണെന്നറിയോ മക്കളെ? യെസ്, നല്ലൊരു സ്മെല്ലാണ്. റോട്ടൺ എഗ് ലൈക്ക് ഓർഡർ. ഓക്കെ, ഭയങ്കര ചീഞ്ഞ വെട്ട, അതിൻ്റെ സ്മെല്ലാണ് H2S, ഹൈഡ്രജൻ സൾഫൈഡിന്. അവനവിടെ കിട്ടിയ അദ്വൈതിന് മണത്തിട്ട് പോയൊക്കെ എല്ലാവർക്കും. ഓക്കെ, ഒരു ചീഞ്ഞ മുട്ടയുടെ സ്മെല്ലാണ്. റോട്ടൺ എഗ് ലൈക്ക് സ്മെല്ലായിരിക്കും, ഓർഡർ ആയിരിക്കും. അങ്ങനെയാണ് അത് H2S ആണ് അല്ലെങ്കിൽ ഹൈഡ്രജൻ സൾഫൈഡ് ആണെന്ന് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ആ സ്മെല്ല് അതിന് മാത്രമേ ഉള്ളൂ. സോ ദാറ്റ് നമുക്കത് പറയാം, ആ കെമിക്കലിൻ്റെ സ്മെല്ലാണത്. സോ അടുത്തത് ബേണിംഗ് ആണ് നമ്മൾ പറയുന്നത്. ബേൺസ് വിത്ത് എ പോപ്പ് സൗണ്ട്. മറ്റേതിൽ നമ്മൾ പറഞ്ഞു നോ പോപ്പ് സൗണ്ട് അല്ലെങ്കിൽ നോ ചേഞ്ച് ഒരു ബേണിങ്ങിന് ഉണ്ടാകുന്നില്ല എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. ഇതൊക്കെ അല്ലേ ഇപ്പം പറഞ്ഞ കാര്യം, ലാസ്റ്റ് ഇന്റർവെലിന് മുന്നേ പറഞ്ഞ കാര്യം ജസ്റ്റ് ഒന്ന് ക്ലാസിഫൈ ചെയ്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഗ്യാസ് ടെസ്റ്റിൽ എന്ത് ചെയ്തു? സാമ്പിൾ എക്ക് എന്തില്ല, സ്മെല്ല് ഉണ്ടാവുന്നില്ല. സാമ്പിൾ ബിക്ക് പക്ഷേ റോട്ടൺ എഗ് ലൈക്ക് സ്മെല്ലാണ്. കാരണം അത് ഹൈഡ്രജൻ സൾഫൈഡ് ആണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഹൈഡ്രജൻ സൾഫൈഡ് എന്ന് പറയുന്ന കെമിക്കൽ റോട്ടൺ എഗ് ലൈക്ക് ഓർഡർ ആയിരിക്കും. ഇനി ബേൺസ് വിത്ത് പോപ്പ് സൗണ്ട് ആയിരിക്കും. നോ പോപ്പ് സൗണ്ട് ആണ് സാമ്പിൾ ബിക്ക് വരുന്നത്. കിട്ടിയതല്ലേ? കൺഫ്യൂഷൻ ഉണ്ടോ ഈ പറഞ്ഞതിൽ? യെസ്, കിട്ടിപ്പോയി. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത ഒരു കാര്യത്തിലേക്ക് കിടക്കാം എന്ന് മിസ് വിചാരിക്കുന്നു. ഏകദേശം നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സോൾവ് ആയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പം ഈ പറഞ്ഞതിൽ നിന്ന് മിസ് കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കാം, ആൻഡ് നിങ്ങൾ പറഞ്ഞാൽ മതി. ഓക്കെ, റെഡിയാണോ? ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ. ഓക്കെ, ഈ ഫസ്റ്റ് നമുക്ക് ഒരാളെ വിളിച്ചാലോ? രാഹുൽ. ഇപ്പം എല്ലാ എക്സ്പെരിമെന്റും നമ്മൾ പറഞ്ഞല്ലോടാ, അത് മൊത്തത്തിൽ എടുത്ത ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു എന്നുള്ളൂ. ഓക്കെ, സാമ്പിൾ എ ആൻഡ് സാമ്പിൾ ബി സെയിം ആയിരുന്നു കാണാൻ, അല്ലെങ്കിൽ ലുക്ക് ലൈക്ക് സെയിം എന്നാണ് മിസ്സിന്റെ ക്വസ്റ്റ്യൻ. സാമ്പിൾ എ സാമ്പിൾ ബി ലുക്ക് ലൈക്ക് സെയിം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയും? സെയിം അല്ല. എന്തോ വ്യത്യാസം കണ്ടത് നീ? യെസ്, എന്തായിരുന്നു? കളർ വ്യത്യാസം ഉണ്ടായിരുന്നു അല്ലേ? യെസ്, അടിപൊളിയാണ്. സാമ്പിൾ എയുടെ കളറും വ്യത്യാസം ഉണ്ടായി, ബിയുടെ കളറും വ്യത്യാസം ഉണ്ടായി. ഓക്കെ, ആ കളേഴ്സും നിങ്ങൾക്ക് അറിയാലോ. ഇപ്പം നമ്മൾ മുന്നിൽ കാണുന്നുണ്ട്, അതുകൊണ്ട് വലിയ സീനില്ല. ഒരെണ്ണത്തിന് ഒരു യെല്ലോ ആൻഡ് ബ്ലാക്ക് ചേർന്നിട്ടുള്ള മിക്സ്ചർ കളറും, അനദർ വൺ ഈസ് ബ്ലാക്ക്. ഓക്കെ, ഫൈൻ. ഇനി നെക്സ്റ്റ്, ഏത് സാമ്പിളിനാണ് മാഗ്നറ്റിക് പ്രോപ്പർട്ടി കാണിച്ചത്? ആര് പറഞ്ഞു തരും? ഏത് സാമ്പിളാണ് മാഗ്നറ്റിക് പ്രോപ്പർട്ടി കാണിച്ചത്? ഓക്കെ, ആര് വിളിക്കും സാർ? അമേയ, പറഞ്ഞോടാ. സാമ്പിൾ എ ആണ്. അതായത് അതിന്റെ റീസൺ എന്താ? ഉണ്ട്. യെസ്, സൂപ്പർ. ദെൻ
ഇനി അടുത്തത്, ഇത് നമ്മൾ ഫിസിക്കലി ആരെ ഇതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും എന്ന് ആര് പറഞ്ഞുതരും? ഫിസിക്കലി എനിക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ ആരെ സാധിക്കും? സെപ്പറേഷൻ ഏതായിരിക്കും? സാമ്പിൾ എ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും, സാമ്പിൾ ബി സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ആര് പറഞ്ഞുതരും? ദൃശ്യ. പറ്റത്തില്ല. ഏതാണ് പറ്റത്തില്ലാത്തത്? സാമ്പിൾ ബി പറ്റില്ല, സാമ്പിൾ എ പറ്റും. ഓക്കെ, എന്തുകൊണ്ടാ സാമ്പിൾ എ പറ്റുന്നത്? യെസ്, മാഗ്നറ്റ് കൊണ്ട് തന്നെ നമുക്ക് ചെയ്യാം. ഓക്കെ, ദെൻ ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആരോട് ചോദിക്കും? ഓക്കെ, വേദ് മിസ്സിന്റെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇപ്പൊ നമ്മള് ഗ്യാസ് ടെസ്റ്റ് ചെയ്തു, അതായത് ഹൈഡ്രജൻ ക്ലോറൈഡ് ആഡ് ചെയ്തു അല്ലെ, ഹൈഡ്രോക്ലോറിക് ആസിഡ് ആഡ് ചെയ്തു. ഹൈഡ്രോക്ലോറിക് ആസിഡ് ആഡ് ചെയ്തപ്പോൾ ഏതൊക്കെ ഗ്യാസ് ആണ് ഇവോൾവ് ചെയ്തത്? സാമ്പിൾ എയിൽ നിന്ന് ഏത് ഗ്യാസാ വന്നത്? യെസ്. സാമ്പിൾ ബിയിൽ നിന്നോ? ഹൈഡ്രജൻ സൾഫൈഡ്. ഓക്കെ, അങ്ങനെ തന്നെ പറയണം കേട്ടോ. ഫസ്റ്റ് സാമ്പിൾ എയിൽ നിന്ന് ഹൈഡ്രജനും വന്നു, രണ്ടാമത്തതിന്റെ സാമ്പിൾ ബിയിൽ നിന്ന് വന്നത് ഹൈഡ്രജൻ സൾഫൈഡ് ആണ്. ഓക്കെ, ഇനി മിസ്സിന്റെ ക്വസ്റ്റ്യൻ ഇതാണ്, സ്മെല്ല് എങ്ങനെ ഉണ്ടായെന്നുള്ളത്. ഓക്കെ, സാമ്പിൾ എയുടെ സ്മെൽ എന്താണ്, സാമ്പിൾ ബിയുടെ സ്മെൽ എന്താണെന്ന് ആര് പറഞ്ഞുതരും? മീൻസ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉള്ളതാണ് കേട്ടോ. ആര് വിളിക്കും സർ? പ്രണവ്. യെസ് ദാ. എങ്ങനെയുണ്ടായിരുന്നു സാമ്പിൾ എ നമ്മൾ ഗ്യാസ് ടെസ്റ്റ് ചെയ്തപ്പോൾ ഒരു ഹൈഡ്രജൻ ഒക്കെ വന്ന സമയത്ത് സ്മെല്ല് എങ്ങനെ ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻ? നോ സ്മെല്ലായിരുന്നു. സാമ്പിൾ ബിക്കോ? സ്മെല്ലുണ്ട്. എന്ത് സ്മെല്ലെന്നാ മിസ് പറഞ്ഞത്? യെസ്, അടിപൊളി. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, സാമ്പിൾ എ എന്ന് പറയുന്നത് ഒരു കോമ്പൗണ്ട് ആണോ, മിക്സ്ചർ ആണോ, എലമെന്റ് ആണോ? ആര് പറഞ്ഞു തരും? സാമ്പിൾ എ എന്ന് പറയുന്നത് കോമ്പൗണ്ട് ആണോ, എലമെന്റ് ആണോ, മിക്സ്ചർ ആണോ എന്ന് ആര് പറഞ്ഞു തരും സർ? ഇഷാൽ. മിക്സ്ചർ ആണ്, ഒരു നോൺ യൂണിഫോം ആയിട്ടുള്ള മിക്സ്ചർ ആണ്. അടിപൊളിയാടാ, സൂപ്പർ. ഇനി സാമ്പിൾ ബി എന്താന്ന് ആര് പറയും? എലമെന്റ് ആണോ, കോമ്പൗണ്ട് ആണോ, മിക്സ്ചർ ആണോ? അവിടെയാണ് ക്വസ്റ്റ്യൻ കിടക്കുന്നത്. പ്രഗ്യ. യെസ് ഡാ, അടിപൊളി. അതൊരു കോമ്പൗണ്ട് ആണ്, അതുകൊണ്ടാണ് ഫിസിക്കലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയത്, അതിന് മാറ്റാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞില്ലേ നമ്മള്. ഇപ്പൊ ഈ ഐഡിയ മുഴുവൻ കിട്ടിയോ? ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പോർഷനിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടത്. ഇത് മുഴുവൻ കിട്ടിയോ? ആൻഡ് ആ റിയാക്ഷൻസും കൂടെ അറിഞ്ഞിരുന്നാൽ നിങ്ങളത് പഠിച്ചു. അതിന്റെ സാമ്പിൾ എ എന്ന് പറഞ്ഞാൽ അയേണിന്റെയും സൾഫറിന്റെയും ഒരു മിക്സ്ചർ ആണ്. സാമ്പിൾ ബി എന്ന് പറയുന്നത് അയൺ സൾഫൈഡ് ആണ്. ആ രണ്ട് പേരും ഓർത്ത് വെക്കുക. കിട്ടിയല്ലോ? യെസ്. അപ്പൊ ഇത്രയും കിട്ടിയെന്ന് മിസ് വിചാരിക്കുന്നു. ഇനി ഒരു ചെറിയ പോർഷനിലേക്ക് പോവാണ്. ഹൗ ഡു വി യൂസ് എലമെന്റ്സ്, കോമ്പൗണ്ട്സ് ആൻഡ് മിക്സ്ചേഴ്സ്? ഇതാണ് ക്വസ്റ്റ്യൻ. നമ്മൾ ഒരുപാട് എലമെന്റ്സ് ഉണ്ട്, കോമ്പൗണ്ട്സ് ഉണ്ട്, മിക്സ്ചേഴ്സ് ഉണ്ട് ഇൻ ദ സറൗണ്ടിങ്സ്, റൈറ്റ്? സോ എങ്ങനെയായിരിക്കും അത് നിങ്ങൾ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് നിങ്ങളത് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ഈ എലമെന്റ്സ് കൊണ്ടൊക്കെയാണ് മിസ്സിൻ്റെ ക്വസ്റ്റ്യൻ. ഓക്കെ, എലമെന്റ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഹൈഡ്രജൻ ഒരു എലമെന്റ് ആണ്, നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്സിജൻ ശ്വസിക്കാൻ യൂസ് ചെയ്യുന്നത്, അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ, അല്ലേ? എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളല്ലേ? യെസ്. ഇനി എന്തെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ടെക്നോളജി ഒക്കെ വലുതാകുന്ന സ്ഥിതിക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുമെന്നാണ് മിസ്സിൻ്റെ ക്വസ്റ്റ്യൻ. ഈ ഒരു എലമെന്റ് ഒക്കെ കണ്ടുപിടിച്ചു എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഗുണങ്ങളൊക്കെ ഉണ്ടാവില്ല. ആര് പറഞ്ഞു? എവിടെ ഉപയോഗിക്കാം? യെസ്, ബയോഗ്യാസോ? ആ ടെക്നോളജിയിലൊക്കെ നമുക്ക് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം. എങ്ങനെയായിരിക്കും അതിൻ്റെ കമ്പഷൻ എങ്ങനെയാണെന്നൊക്കെ നോക്കിയിട്ട് യൂസ് ചെയ്യാം. സൂപ്പർ, നല്ല ഐഡിയ ആണ്. ഇനി നിങ്ങൾക്ക് വല്ല ഐഡിയ ഉണ്ടോ ഇതൊക്കെ യൂസ് ചെയ്യാൻ? ഇതൊക്കെ കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യാനാണ് നമുക്ക്? അല്ലെങ്കിൽ പുതിയ കോമ്പൗണ്ടുകളൊക്കെ കുറെ ക്രിയേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാനാണ്? എന്ത് ചെയ്യാനാണെന്നൊക്കെ പ്രാർത്ഥന, എന്ത് ചെയ്യാനാണ്? യെസ്, എന്ത് ചെയ്യാനാണ്? ഒരു കോമ്പൗണ്ട് കണ്ടുപിടിക്കണം എന്ന് നമുക്ക് തോന്നണമെങ്കിൽ ഒരു റീസൺ വേണ്ടേ? ലൈക്ക് ഇതുകൊണ്ട് ഇത് ഉപയോഗം ഉണ്ടാവുന്നു അങ്ങനൊന്നും നിനക്ക് തോന്നാറില്ല? ഉള്ളതൊക്കെ മതി. അപ്പോ അത് മറ്റേ പുക വരാത്ത ക്രാക്കേഴ്സ് ആക്കാൻ പറ്റും. അങ്ങനെയൊക്കെ ഞാൻ കണ്ടുപിടിച്ചു. പിന്നെ ഫ്യൂവലിലൊക്കെ യൂസ് ചെയ്യാന്നൊക്കെ അല്ലേ? ഹൈഡ്രജൻ ഗ്യാസ്
ഓക്കെ, അങ്ങനെയൊക്കെ പലതും നമുക്ക് ചെയ്യാൻ പറ്റും. ഈ എലമെന്റ്സ് കൊണ്ടും കോമ്പൗണ്ട്സിനൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ അതിനെപ്പറ്റി അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പറ്റും. ഓക്കെ, ഇഫ് മിസ് ഒരു ക്വസ്റ്റ്യൻ പറയാണ്, ലൈക്ക് കൊറോണ വന്ന ടൈമിൽ ഓർമ്മയില്ലേ, നിങ്ങളൊക്കെ ഉണ്ടായില്ലേ കൊറോണ വന്ന സമയത്ത്? എത്രയിലായിരുന്നു? എത്രാം ക്ലാസ്സിലായിരുന്നു? ഇല്ലേ, ക്ലാസ്സിലൊന്നും ഇല്ലേ, വെറുതെ ഇരിക്കുമായിരുന്നു. 2ൽ എന്നൊക്കെ, 2ലും 3ലൊക്കെ പഠിക്കുന്ന സമയത്താണ് കൊറോണ വന്നത്. ഓക്കെ, ആ ടൈമിൽ എന്തെങ്കിലും ഉപകാരം ഇതേ പറഞ്ഞ കോമ്പൗണ്ട് കൊണ്ട് ഉണ്ടായിട്ടുണ്ടാവും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കി. ഇതിനുള്ള കോമ്പൗണ്ട് കൊണ്ട് വല്ല ഉപകാരം കൊറോണയെ തടുക്കാനായിട്ട് എന്തെങ്കിലും പറ്റുമോ ആർക്കെങ്കിലും? ഓക്കെ, ആര് പറയും? ഞാൻ കൊറോണ ഒരു ചെറിയൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞത്, എല്ലാവർക്കും അറിയാവുന്ന ഒരു എക്സാമ്പിൾ ആയതുകൊണ്ട്. എനിബഡി എന്തെങ്കിലും? ഓക്കെ, സ്റ്റീവിന് സജഷൻ ഉണ്ട്, പറഞ്ഞോ. അത് തന്നെ മിസ് ഉദ്ദേശിച്ചത്. വാക്സിൻ ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതേപോലെ ഉള്ള കാര്യങ്ങൾ മാത്രമല്ല, പലതും ടെസ്റ്റ് ചെയ്തൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ? കുറെ റിയാക്ഷൻസ് ഒക്കെ ചെയ്ത് നോക്കിയിട്ട് ഇത് യൂസ് ചെയ്യുന്നൊക്കെ ആയിരിക്കും നിങ്ങൾ കണ്ടത്. ഒരുപാട് സ്റ്റെപ്പുകളിലൂടെ കടന്നു പോകുന്ന കാര്യം. അപ്പൊ ഈ പറഞ്ഞതിലൊക്കെ യൂസ് ചെയ്യുന്ന സ്ഥലങ്ങളാണ് മിസ് ഈ പറഞ്ഞത്. മെഡിസിനൽ ഇൻഡസ്ട്രി വലിയ യൂസ് ആണ് ശരിക്കും എന്ന് പറയുന്നത്. പല കോമ്പൗണ്ട്സും യൂസ് ചെയ്തിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഇപ്പോഴും മെഡിസിൻസ് ചെറിയ ഫോമാറ്റ് ആണെങ്കിലും അതിലുള്ളത് എന്താ ആക്ച്വലി കെമിക്കൽസ് ഒക്കെ ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ഒക്കെ ആയിരിക്കും. ആൻഡ് അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ വാക്സിൻ, കോവിഡ് മാത്രമല്ല കേട്ടോ, ഒരുപാട് വാക്സിൻസ് നിങ്ങൾക്ക് അറിയാം, കുറേ വാക്സിൻസ് ഒക്കെ പഠിക്കാനുണ്ടായിട്ടുണ്ടാവും ആൻഡ് നിങ്ങൾ എടുത്തിട്ടുണ്ടാവും. അതൊക്കെ ആക്ച്വലി എങ്ങനെയായി കെമിസ്ട്രിയിലുള്ള കുറേ കാര്യങ്ങൾ കൂട്ടിച്ചേർത്തും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആഡ് ചെയ്തിട്ടൊക്കെയാണ് ഇതൊക്കെ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാം? Chemists study how elements combine to create compounds enabling them to invent life-saving medicines and vaccines to fight diseases. ഓക്കെ, കെമിസ്റ്റ് എന്ന് പറഞ്ഞാൽ കെമിസ്റ്റ് അറിയാലോ, കെമിസ്റ്റ് മെഡിസിൻ ആ ഒരു ഏരിയ ഒക്കെ പഠിക്കുന്ന ആൾക്കാർ, നമ്മുടെ കെമിസ്ട്രിയുടെ ആൾക്കാർ, മെയിൻ ആൾക്കാർ, റിസർച്ചേഴ്സ്. അവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ എലമെന്റ്സ് ഒക്കെ എങ്ങനെ കമ്പൈൻ ചെയ്തിട്ട് കോമ്പൗണ്ട്സ് ഉണ്ടാകും ആൻഡ് അതുവഴി പുതിയ ലൈഫ് സേവിങ് ആയിട്ടുള്ള മെഡിസിൻസ് ഇൻവെന്റ് ചെയ്യും, അല്ലേ? അവരാണത് കണ്ടുപിടിച്ച് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും മെഡിസിൻ നിങ്ങൾക്ക് അറിയോ? ഏതെങ്കിലും മെഡിസിൻ്റെ പേരൊക്കെ പറയട്ടെ. എനിക്കറിയാവുന്ന മെഡിസിൻ 2 ഉണ്ട്. ഓക്കെ, അത് പറ. ആ മെഡിസിൻ്റെ പേര് പറയട്ടെ. എമി, ഏത് മെഡിസിനാണ് അറിയാവുന്ന ഒരു മെഡിസിൻ? ഹോമിയോ മെഡിസിൻ. മൊത്തത്തിൽ ഞാനങ്ങ് പറയുക. ഓക്കെ, പിന്നെ ആർക്ക് വേറെ മെഡിസിൻ ഒന്നും അറിയില്ല? മെഡിസിന്റെ പേരാ ഞാൻ ചോദിച്ചത്, എന്തെങ്കിലും പേരറിയോന്ന്? അറിയില്ല, നമുക്ക് അടുത്ത ആളോട് ചോദിക്കാം. മെഡിസിന്റെ പേരൊന്നും ഞാൻ അറിയില്ല, ഡോക്ടർ എഴുതി തരുന്നു, ഞാൻ പോയി മേടിക്കുന്നു. ഓക്കെ, ആര് പറഞ്ഞു? സാർ റെയ്ഹാൻ ഏത് മെഡിസിനാ അറിയാവുന്നത്? പാരസെറ്റമോൾ എല്ലാവർക്കും അറിയാം അല്ലേ? പാരസെറ്റമോൾ അറിയാവുന്ന ഒരു മെഡിസിൻ. ഡോളോ അല്ലേ? അതൊക്കെ കേട്ടിട്ടില്ലേ? ഓക്കെ, അതിനാണ് മെഡിസിൻ അറിയാം. പണ്ടൊക്കെ നമ്മൾ ചെറിയ കുട്ടികളോട് കളിക്കുമ്പോൾ ഡോക്ടർ ആകുമ്പോൾ എഴുതി കൊടുക്കും പാരസെറ്റമോൾ, കാരണം അത് മാത്രമേ അറിയുള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. വേറെ എന്തെങ്കിലുമൊക്കെ അറിയോ? അറിയില്ല, ഞങ്ങൾക്ക് അതിനെ പറ്റുന്ന ഡീറ്റെയിൽ. അപ്പോൾ അതേപോലെയുള്ള കുറേ കെമിക്കൽസ് നമുക്ക് അറിയില്ല. അപ്പോൾ അത് കണ്ടുപിടിക്കുന്ന ആൾക്കാരുണ്ട്. നമുക്ക് 1-2 പേര് മാത്രം അറിയുന്നത് മാത്രമല്ലല്ലോ, ഒരുപാട് മെഡിസിൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടുപിടിക്കുന്ന കെമിസ്റ്റുകളാണ്. അപ്പോൾ അവരെന്ത് ചെയ്യും? നമ്മുടെ ലൈഫ് സേവിങ് ആയിട്ടുള്ള മെഡിസിൻസിനെ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഈ കോമ്പൗണ്ട്സും എലമെന്റ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ്, അവരുടെ പ്രോപ്പർട്ടി ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുക. ഓക്കെ, സെറ്റായോ? റെഡി ആയോ? കിട്ടിയോ? യെസ്. ഇനി എന്തെങ്കിലും ഇതേപോലെ ആലോചിച്ച് പറയാൻ പറ്റുമോ? എന്തെങ്കിലും ലൈഫ് ഡിഫറെൻ്റ് ആക്കാൻ പറ്റിയത് ഈ കോമ്പൗണ്ടൊക്കെ കണ്ടുപിടിച്ചിട്ട് എന്തെങ്കിലും ന്യൂ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ആര് പറയും? ആർക്കും ഇല്ല ഐഡിയ. അദ്വൈതിന്റെ എന്ത് ഐഡിയ? ഐഡിയകളൊന്നുമില്ല, വെറുതെ റൈസ് ഹാൻഡ് ഇട്ടിരിക്കുക. എന്നാ മരുന്നിന്റെ പേരെന്താ നിന്റെ? ഓ, എനിക്കറിയാ, ഞാൻ ആരാ? നിനക്കിതൊക്കെ എവിടെ നിന്ന് അറിയാ? ഞാൻ അവിടെ കഴിക്കാൻ നേരത്ത് ഞാൻ ഈ മരുന്ന് വന്ന പാത്രത്തിൽ ഇട്ടേക്കുമ്പോ അത് കണ്ടുമ്പോ ഞാൻ ഓരോന്ന് വായിച്ചിട്ട് കഴിച്ചോണ്ടിരിക്കും. വായിച്ച് ഞാൻ പഠിച്ചിട്ട് അതിനെപ്പറ്റി അറിഞ്ഞിട്ട് സൈഡ് എഫക്റ്റ് ഒക്കെ നോക്കിയിട്ട് കഴിക്കുള്ളതാണോ? നല്ലതാ. ഞാനും ഇപ്പം അങ്ങനെയാണ് ചെയ്യാറ്. എന്തെങ്കിലും എഴുത്തന്നെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ നമ്മൾ ഗൂഗിൾ ചെയ്ത് നോക്കും, എന്തുവാ ഇത് കഴിക്കുന്നത് അറിയണമല്ലോ. ഓക്കെ, ഈ അടുത്ത് അങ്ങനെ ഒരു ഇഷ്യൂ വന്നതല്ലേ, ഒരു കുട്ടിക്ക് കൊടുത്തപ്പോൾ അത് മറ്റേ ആനിമലിന് കൊടുക്കുന്ന മരുന്നൊക്കെ മാറിപ്പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് എപ്പോഴും നമുക്ക് എഴുതിത്തരുന്ന മരുന്നുകളൊന്ന് ചെക്ക് ചെയ്യുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല കേട്ടോ. ഓക്കെ, ഫൈൻ. യെസ്, അടുത്തത് മിസ് പറഞ്ഞേക്കാം. ഇതെന്താ? മിസ് ആര് പറയും ഇതെന്താ? ഉദിത്. ഉദിത് എന്തായാലും ഞാനിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്
ഇതെന്താ പിക്ചറിൽ കണ്ടത്? അത് വിതരണം. എന്താണ്? വിത്ത് വിതരണം. വിത്ത് വിതരണം അല്ല ഞാൻ ഉദ്ദേശിച്ചത്. പോട്ടെ 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 ഫെർട്ടിലൈസർ ആയിരുന്നു ഉദ്ദേശിച്ചത്. വിത്ത് വിതരുന്നതാണെന്ന് നിങ്ങൾക്ക് തോന്നിയതെങ്കിൽ അത് ഫെർട്ടിലൈസർ ആയിരുന്നു. ഒന്ന് എഴുതി വെച്ചില്ല ഞാൻ. ഫെർട്ടിലൈസേഴ്സ് ആണ് കേട്ടോ. ഓക്കെ, ഫെർട്ടിലൈസേഴ്സ് ഒക്കെ ഇതേപോലെ തന്നെ കെമിക്കൽസ് ഉണ്ടാകുന്നത്. ബയോളജിക്കലും നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ, ഓർഗാനിക് ഒക്കെ പഠിച്ചിട്ടുണ്ടോ, അതേപോലെ തന്നെ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഒക്കെ ഉണ്ടല്ലേ അല്ലേ? ഇപ്പം നമ്മൾ മണ്ണ് സോയിൽ എടുക്കുന്നു, ടെസ്റ്റ് ചെയ്ത് നോക്കുന്നു, സോയിലിൽ ഈ പറഞ്ഞ പോലെ നൈട്രജൻ്റെ അളവാണ് കുറവ്, അപ്പം എന്ത് പറയും? കുറച്ച് യൂറിയ ആഡ് ചെയ്യൂ. കേട്ടിട്ടുണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നത്? ആരെങ്കിലും അഗ്രികൾച്ചർ ഫീൽഡ് ഇഷ്ടമുള്ളവരുണ്ടോ? ഇഷ്ടമുള്ളവരെ അത് കേട്ടിട്ടുള്ളൂ, അതുകൊണ്ട് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതേപോലെ തന്നെ ഫോസ്ഫറസിൻ്റെ കുറവുണ്ട്, അപ്പോൾ NPK ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ അങ്ങനെ കാണാറുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, പല ഈ പറഞ്ഞ കോമ്പൗണ്ട്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ഈ കോമ്പൗണ്ട്സ് ഒക്കെ കണ്ടുപിടിച്ചിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള നമ്മുടെ ആവശ്യമുള്ള ഹ്യൂമൻ പോപ്പുലേഷൻ ഡേ ബൈ ഡേ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. സോ ദാറ്റ് നമുക്ക് ക്രോപ്സ് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. സോ അതിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും ഗ്രോത്തിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് ആര് സഹായിക്കുന്നുണ്ട്? നമ്മുടെ കോമ്പൗണ്ട്സ്, എലമെന്റ്സ്, മിക്സ്ചേഴ്സ് ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ? ഉണ്ട്. യെസ്. ഇനി ഒരു എന്തെങ്കിലും അറിയില്ല, ഞങ്ങൾക്ക് അറിയില്ല. ഉള്ളത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, എഞ്ചിനീയേഴ്സ് ആൻഡ് മെറ്റീരിയൽ സയൻറ്റിസ്റ്റ് റിലൈ ഓൺ ദെയർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് കോമ്പൗണ്ട്സ് ആൻഡ് മിക്സ്ചേഴ്സ് ടു ഡിസൈൻ മെറ്റീരിയൽസ് വിത്ത് യൂണീക് പ്രോപ്പർട്ടീസ്. അത് വേണമെന്നില്ല, എക്സാമ്പിൾസ് നോക്കിയാൽ മതി. അതായത് അലോയ്സ് ആയിട്ടുള്ള സ്റ്റെയിൻലെസ് സ്റ്റീൽ കേട്ടിട്ടുണ്ടോ? നിങ്ങളുടെ വീട്ടിലെ സ്പൂണൊക്കെ സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ടുണ്ടാക്കിയിരിക്കുന്നത്. യെസ്, അതെന്ന് പറഞ്ഞാൽ അയൺ എന്ന് പറയുന്നത് എന്ത് പറ്റില്ല, അയൺ പെട്ടെന്ന് റസ്റ്റ് ആവും അല്ലേ? അയണിന്റെ പ്രത്യേകതയാണ്, പെട്ടെന്ന് റസ്റ്റ് ആവും. സോ ദാറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിന് പകരം കുറച്ച് എലമെന്റ്സ് ഒക്കെ ആഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനകത്ത് കോപ്പറൊക്കെ ആഡ് ചെയ്തിട്ട് നമ്മൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉണ്ടാക്കുന്നു. ഓക്കെ, അപ്പോൾ അതെന്ത് ചെയ്യും, നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ കുറേ മെക്കാനിസം നമ്മൾ 7th പഠിച്ചതല്ലേ, ഗാൽവനൈസേഷൻ എന്നൊക്കെ പറഞ്ഞ് പഠിച്ചത് ഓർമ്മയുണ്ടോ? യെസ്, ഓർമ്മയുണ്ട്. അതൊക്കെ ആക്ച്വലി ഇങ്ങനെയാണ്, ഇതേപോലെ കോമ്പൗണ്ട്സും മിക്സ്ചേഴ്സ് ഒക്കെ ആക്കി നോക്കിയിട്ടായിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ പറയാം. ആൻഡ് വുഡ്, സ്റ്റീൽ ആൻഡ് കോൺക്രീറ്റ് വിച്ച് ആർ യൂസ്ഡ് ഇൻ ബിൽഡിംഗ് മെറ്റീരിയൽസ് ഓഫ് ഓൾ ആർ മിക്സ്ചേഴ്സ്. എല്ലാവരും നമ്മളെല്ലാത്തിനും മിക്സ്ചേഴ്സ് ആക്കിയിട്ടൊക്കെ യൂസ് ചെയ്യാറുണ്ട് അല്ലേ? മൊത്തത്തിൽ പറഞ്ഞാൽ മൊത്തം എല്ലാവരും അല്ലേ? യെസ്, അത് തന്നെ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത്രയും കാര്യം ഐഡിയ ക്ലിയർ ആയോ? യെസ്. അങ്ങനെയാണെങ്കിൽ ഇനി ഒരു ലാസ്റ്റ് പോർഷനും കൂടി ഉള്ളൂ. ലാസ്റ്റ് നമ്മുടെ ചാപ്റ്റർ കഴിയാറായി. ഓക്കെ, മൊത്തത്തിൽ കഴിയാറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ മറ്റേ KGF ഫിലിം കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? KGF കണ്ടിട്ടുണ്ട്. അതെന്താ, അത് എവിടെ നടക്കുന്ന സ്റ്റോറിയാണ് പറയുന്നത്? റോക്കി ബായ്. ആര് പറഞ്ഞുതരും? എവിടെ നടക്കുന്ന സ്റ്റോറിയാണ്? റോക്കി ബായ് എവിടെ പോയിട്ട് എന്തുണ്ടാക്കുന്ന സ്റ്റോറിയാണ് പറയുന്നത് നമ്മൾ? ആര് പറഞ്ഞുതരും? അമീൻ അറിയാം. KGF-ലെ റോക്കി ബായ് എന്താ ചെയ്യുന്നത്? യെസ്, ഗോൾഡ് മൈൻ അല്ലേ? ഗോൾഡ് മൈനിൽ നെറാച്ചി പോയിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ സിനിമയിൽ അത്യാവശ്യം ഗോൾഡിൻ്റെ മൈനൊക്കെ കാണിക്കുന്നുണ്ട്, എങ്ങനെയാണ് പോകുന്നത് നോക്കി. അപ്പോൾ അതിനെ പറ്റിയൊക്കെയാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. മൈൻസിനെ പറ്റിയിട്ടല്ല, മൈൻസിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങളെ പറ്റിയാണ് പഠിക്കാനുള്ളത്. ഓക്കെ, ഇത് സിമെൻറ്റിൻ്റെ ആണ് കേട്ടോ, സിമെൻറ്റ്. ഓക്കെ, യെസ്. ഇത് ഒരു മൈനാണ്. മൈൻ്റെ ഒരു പിക്ചർ മിസ് വെറുതെ എടുത്തന്നേ ഉള്ളൂ. ഓക്കെ, മൈനിൽ നിന്ന് എന്താ കിട്ടുക? മൈനിൽ നിന്ന് പലതും കിട്ടും. ഓക്കെ, കിട്ടുന്നതിനെ നമ്മൾ എന്താ പറയാ പൊതുവേ? എന്ത് പറയും? മൈനിൽ നിന്ന് കിട്ടുന്നതിന് എന്ത് പറയും? ആര് പറയും? എന്തോ കിട്ടും. യെസ്, ആര് പറയാം സാർ? യെസ്, മിനറൽസ് കിട്ടും. യെസ്, കിട്ടും. റോ ഓസ് കിട്ടും. ഒരുപാട് സാധനങ്ങൾ കിട്ടും അല്ലേ? അപ്പോൾ നമുക്കിതിൽ നിന്ന് മിനറൽസിനെ പറ്റിയാണ് പഠിക്കാനുള്ളത്. ഓക്കെ, മിനറൽസിനെ പറ്റിയാണ് നമുക്ക് അറിയാനുള്ളത്. ആൻഡ് മിനറൽസിനെ പറ്റി പറയുമ്പോൾ സം ഓഫ് ദ മിനറൽസ് ആർ കോൾഡ് നേറ്റീവ് മിനറൽസ് വിച്ച് ആർ പ്യുവർ എലമെന്റ്സ് ആൻഡ് നോട്ട് കോമ്പൗണ്ട്സ്. ഓക്കെ, ചില എലമെന്റ്സ്, ഫോർ എക്സാമ്പിൾ ഗോൾഡ്. ഇപ്പം നമ്മൾ പറയുകയാണ് KGF-ലെ ഗോൾഡ് എന്നൊക്കെ പറയുന്നത് ഗോൾഡ് ഇറ്റ് സെൽഫ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. ഓക്കെ, ഗോൾഡിൻ്റെ ചെറിയ പീസസ് ഒക്കെ ആയിട്ടൊക്കെ ആയിരിക്കും നമുക്ക് കിട്ടുക. ചെറിയ ഒരു പ്രോസസ്സിങ് പരിപാടിയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ഗോൾഡ് ആയിട്ട് തന്നെ നമുക്കത് അവൈലബിൾ ആയിരിക്കും, നമുക്കത് അവിടെ നിന്ന് തന്നെ എടുക്കാം. ഓക്കെ,
അതേപോലെ കുറച്ച് കോമ്പൗണ്ട്സ് ഡയറക്റ്റ് ആയിട്ട് കിട്ടുന്നവരുണ്ട്. ഗോൾഡ്, സിൽവർ, കോപ്പർ, പിന്നെ സൾഫർ, കാർബൺ ഒക്കെ ഡയറക്റ്റ് ആയിട്ട് കിട്ടും. അവരെ നമ്മൾ പറയുന്നതാണ് നേറ്റീവ് മിനറൽസ്. ഓക്കെ, നേരിട്ട് കിട്ടുന്നവർ നമ്മൾ പറയുന്ന പേരാണ് നേറ്റീവ് മിനറൽസ്. വേറെ ഒന്നുമില്ല, ജസ്റ്റ് എലമെന്റ്സ് ആയിട്ട് തന്നെ നമുക്ക് മെറ്റൽസ് ഒക്കെ ആയിട്ട് തന്നെ നമുക്കത് കിട്ടും. കിട്ടിയോ? ഐഡിയ കിട്ടിയോ? നേറ്റീവ് മിനറൽസ് എന്താണെന്ന് മനസ്സിലായോ? ഓക്കെ, ഇനി വേറെ കുറച്ച് ആൾക്കാരുണ്ട്, അവർക്ക് പേരൊന്നും പ്രത്യേകിച്ചിട്ടിട്ടില്ല, നേറ്റീവ് മിനറൽസിന് മാത്രമേ പേരുള്ളൂ. ആൻഡ് ചില മിനറൽസ് കോമ്പൗണ്ട്സ് ആയിരിക്കും. ഓക്കെ, ചില മിനറൽസ് കോമ്പൗണ്ട്സ് ആയിരിക്കും ആൻഡ് മോർ ദാൻ വൺ എലമെന്റ് ആയിരിക്കും ഉണ്ടാവുക. അതിൻ്റെ എക്സാമ്പിൾസ് ആണ് ക്വാർട്സ്, കാൽസൈറ്റ്, മൈക്ക, പ്രോക്സീൻ ആൻഡ് ഒലിവിൻ. ഓക്കെ, ഇതൊക്കെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഓക്കെ, എവിടെ കേട്ടിട്ടുണ്ട്? ആര് പറഞ്ഞത്? ക്വാർട്സ് എന്തിനാണ്? ആർക്കെങ്കിലും അറിയോ ക്വാർട്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ക്വാർട്സ് ഓക്കെ, വിനായകിനറിയാം. ആ ഓക്കെ ഓക്കെ, അടിപൊളി. ബ്രാൻഡ് നെയിം ഒന്നല്ല ഞാൻ ചോദിച്ചത്, വേറെ എന്തെങ്കിലും. ഓക്കെ, അവൻ എന്താണ് അറിയുന്നത്? ഓക്കെ, പറഞ്ഞോടാ. നമ്മള് ഈ വാച്ചുകളില് നമ്മള് കാൽസൈറ്റ് ഉപയോഗിച്ചിട്ട് വാച്ചിന്റെ ഹാൻഡ്സ് മൂവ് ചെയ്യുന്നത് ക്വാർട്സ് വെച്ചാണ്. ഓക്കെ, ജ്വല്ലറീസ് യെസ് പറയാടാ. ഓക്കെ, കോച്ച് ഈ പറഞ്ഞ പോലെ തന്നെ ഗ്ലാസ് മേക്ക് ചെയ്യാനും യൂസ് ചെയ്യും കേട്ടോ. നമ്മുടെ ഗ്ലാസ് മേക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യും. കാൽസൈറ്റ് ഈ പറഞ്ഞ പോലെ സിമെന്റിന്റെ ഒക്കെ ഭാഗത്തും വരുന്നുണ്ട്. കാൽസൈറ്റ് ആയിട്ടൊക്കെ ആയിരിക്കും കിട്ടുക. ആൻഡ് മൈക്ക നമ്മൾ എന്താ പറയുക, മൈക്ക എവിടെ യൂസ് ചെയ്യുക? വാൾപേപ്പർ, പെയിന്റ്, അവിടെയൊക്കെ വരും. ആ ഒരു ഏരിയയിലൊക്കെ കാണാൻ പറ്റും. ഓക്കെ, ആൻഡ് പ്രോക്സീൻ എന്ന് പറയുന്നത് മെഗ്നീഷ്യത്തിൻ്റെ ഒക്കെ ഒരു ഓർ ആയിട്ട് വരും. മെഗ്നീഷ്യം ഒക്കെ കൂടുതൽ കിട്ടും. ഒലിവിനും അതെ. ഓക്കെ, മെഗ്നീഷ്യം ഒക്കെ കൂടുതൽ കിട്ടുന്ന ഒരു മിനറൽ ഏരിയ ആണ്. ഓക്കെ ആണോ? കിട്ടിയോ? കുറേ ഇവരുടെ പേര് മാത്രം പഠിച്ചാൽ മതി, അല്ലാണ്ട് ഇതൊക്കെ എവിടെ നിന്ന് കിട്ടുന്നു, ആരൊക്കെ കിട്ടുന്നു എന്ന് നമ്മൾ പറയാൻ നിൽക്കണ്ട. ഓക്കെ, സെറ്റാണല്ലോ? യെസ്. അപ്പോൾ നേറ്റീവ് ആയിട്ടുള്ള കുറച്ച് പേരുണ്ട്, അതപ്പോൾ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് പറഞ്ഞാൽ മതി. ഗോൾഡ്, സിൽവർ, കോപ്പർ, സൾഫർ, പിന്നെ ഒരെണ്ണം കൂടെ പറഞ്ഞല്ലോ, സൾഫർ ആൻഡ് എന്താ പറഞ്ഞത്? ഒരാളും കൂടി ഉണ്ടായിരുന്നു, സൾഫർ, അത്ര ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, സൾഫർ, അത്രയായിരുന്നു മിസ് പറഞ്ഞത്. ആൻഡ് ഇത്രയും ആൾക്കാരായിരുന്നു നേറ്റീവ് ആയിട്ടുള്ള മിനറൽസ് എന്ന് പറഞ്ഞത്. ആൻഡ് അത് കഴിഞ്ഞിട്ട് കോമ്പൗണ്ട്സിൻ്റെ കാര്യവും പറഞ്ഞു. കോമ്പൗണ്ട്സ് ആയിട്ട് കിട്ടുന്ന കുറച്ച് ആൾക്കാരെ കാര്യം കൂടെ പറഞ്ഞു. ഏതൊക്കെ കോമ്പൗണ്ട്സ് കിട്ടുന്ന പറഞ്ഞത്? കാൽസൈറ്റ് പറഞ്ഞു, പിന്നെ എന്ത് പറഞ്ഞു? ആര് പറഞ്ഞു തരും ഇതൊക്കെ? 1-2 വേർഡ്സ് ഒന്ന് ഓർത്ത് വെക്കണം കേട്ടോ. എല്ലാവരും ഇല്ലെങ്കിലും കുറച്ചെങ്കിലും എല്ലാവരും അറിഞ്ഞിരിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ഓപ്ഷൻ. ഓക്കെ, കോട്സ്, അല്ലാണ്ട് ഇത് ആദ്യമായിട്ട് കേൾക്കുന്ന പോലെ ഇരിക്കണ്ട. കോട്സ്, കാൽസൈറ്റ്, ആര് പറഞ്ഞു തരും? പെട്ടെന്ന് പഠിച്ചേ. ജോയൽ. ഓക്കെ, പഠിച്ചു നോക്കിയോ എന്തൊക്കെയാ കിട്ടുന്ന പറഞ്ഞത്? ഗോൾഡ്, മൈക്ക. ഓക്കെ, ഒന്ന് നോക്കിയിട്ട് പറഞ്ഞാൽ മതി. നിങ്ങളൊന്ന് പെട്ടെന്ന് വായിച്ചു നോക്കിയേ. പുതിയ അല്ലാതെ എങ്ങനെ ഇരിക്കും നിങ്ങൾ? പിന്നെയും അത് ആദ്യമായിട്ട് കേൾക്കുന്ന പോലെ ഇരിക്കും. അപ്പോൾ ഒന്ന് വായിച്ചു നോക്കിയേ. ഈ ഞാൻ മിസ് പറഞ്ഞ ഈ പോയിന്റ്സ് ഒക്കെ ഒന്ന് വായിച്ചു നോക്കിയേ. ഏതൊക്കെയാണ് പറഞ്ഞത്? ആ മിനറൽസിന്റെ പേരുകൾ ഒന്ന് ഫെമിലിയർ ആവട്ടെ. 1-2 പ്രാവശ്യം വായിച്ചു നോക്കിയാലേ ഇത് ഫെമിലിയർ ആവുള്ളൂ. ക്വാർട്സ്, കാൽസൈറ്റ്, മൈക്ക, പ്രോക്സീൻ ആൻഡ് ഒലിവിൻ. പെട്ടെന്നൊന്ന് വായിച്ചു നോക്കിയേ. ക്വാർട്സ്, കാൽസൈറ്റ്, മൈക്ക, പ്രോക്സീൻ ആൻഡ് ഒലിവിൻ. ഈ പേരുകൾ ഫെമിലിയർ ആയിട്ട് തന്നെ പോകണം, അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ട് കേൾക്കുന്ന പോലെ ഇനി ഇരിക്കാൻ പറ്റില്ല, കാരണം ഇതിവിടെ കേട്ടു. ഓക്കെ, യെസ്. ആര് പറഞ്ഞു തരും? പഠിച്ചു കഴിഞ്ഞാണോടാ? യെസ്, പറഞ്ഞോ. കണ്ണടച്ചിട്ട് പറഞ്ഞോ. എന്തൊക്കെയാ മിസ് പറഞ്ഞ പേരുകൾ മാത്രം പറഞ്ഞാൽ മതി. ക്വാർട്സ്, കാൽസൈറ്റ്, മൈക്ക, പ്രോക്സീൻ ആൻഡ് ഒലിവിൻ. ഓക്കെ, അടിപൊളി. കിട്ടുന്നുണ്ടോ വായിച്ചിട്ട്? എനി കൺഫ്യൂഷൻ? ആ പേരുകളൊക്കെ ആണോ? കിട്ടില്ലേ? ഓക്കെ. ആൻഡ് ലാസ്റ്റ് ഒരു പോയിന്റും കൂടെ ഇന്നിവിടെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചാപ്റ്റർ തീരും. ഓക്കെ, അത്രേ ഉള്ളൂ. മെനി തിങ്സ് ദാറ്റ് വി യൂസ് ഇൻ അവർ എവറി ഡേ ലൈഫ് ആർ മെയ്ഡ് അപ്പ് ഓഫ് മിനറൽസ് ഓർ എലമെന്റ്സ് എക്സ്ട്രാക്റ്റഡ് ഫ്രം മിനറൽസ്. ഇപ്പോൾ പറഞ്ഞ കാര്യമല്ലേ, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ യൂസ് ചെയ്യുന്നതൊക്കെ ഈ ഞാനിപ്പോൾ പറഞ്ഞു. കാൽസൈറ്റ് സിമെന്റ് ഉണ്ടാക്കുന്ന കാര്യമാണെന്ന് പറഞ്ഞു. കോട്സ്, അലൂമിനിയം, അയൺ ഓക്സൈഡ്, ഇതൊക്കെ ഇതേപോലെയുള്ള മിനറൽസിന്റെ പേരുകൾ തന്നെയാണ് കേട്ടോ. മിനറൽസിന്റെ പേര് കേൾക്കുമ്പോൾ പേടിക്കേണ്ട, അത് 1-2 പ്രാവശ്യം വായിച്ചു നോക്കുക, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഇത് ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കാനില്ല. ഓക്കെ, സിമെന്റ് ഇത് മാത്രം ഒന്ന് നോക്കുക. സിമെന്റ് എന്ന് പറയുന്നത് കാൽസൈറ്റിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ്. ഓക്കെ, കാൽസൈറ്റിൽ നിന്നാണ്. കാൽസൈറ്റ് ആയിട്ടൊരു മിനറൽ ആയിട്ടായിരിക്കും ഓറ് പോലെ
കിട്ടുന്നത്. ആൻഡ് അതിൽ നിന്നായിരിക്കും സിമെൻ്റ് ഒക്കെ പ്രോസസ്സ് ചെയ്തിട്ട് എടുക്കുന്നത്. ഓക്കെ, കിട്ടിയോ? യെസ്. അതേപോലെ തന്നെ മിസ് പറഞ്ഞു ഗ്ലാസ് ഒക്കെ ഉണ്ടാക്കുന്നതാണ് ഈ കോട്സ്. പിന്നെ അലൂമിനിയം കിട്ടുന്നത്, അയൺ ഓക്സൈഡ് അയൺ കിട്ടുന്നത്, ഇതൊക്കെ നമ്മൾ മിനറൽസ് എന്നുള്ള രീതിയിൽ തന്നെയായിരിക്കും മൈൻസിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. ഓക്കെ ആണോ? കിട്ടിയല്ലോ? ഈ പോയിന്റ് ക്ലിയർ ആയോ? യെസ്. അപ്പോൾ അതിൽ ആകെ കൺഫ്യൂഷൻ വരാൻ പോകുന്നത് ആ പേരുകളാണ്. സോ ആ നെയിംസ് നന്നായിട്ട് വായിച്ച് നോക്കിയാലേ അത് കയ്യിലിരിക്കുള്ളൂ. ആൻഡ് അതേപോലെ തന്നെ പഠിച്ചു വെക്കണം കേട്ടോ, അതൊന്നും വിട്ട് കളയരുത്. ഓക്കെ, സൂപ്പർ. അപ്പോൾ ഇനി ഇതിലെന്തെങ്കിലും കൺഫ്യൂഷൻസ് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് എക്സാം കഴിഞ്ഞിട്ട് ചോദിക്കാം പോരെ? യെസ്, ഓൾറെഡി ടൈം ആയിട്ടുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ എക്സാം കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട് അതുകൊണ്ട് നമുക്ക് ക്ലിയർ ചെയ്യാം. സോ ജസ്റ്റ് ഒന്ന് ഇന്നെടുത്ത കാര്യങ്ങളൊന്ന് പറഞ്ഞിട്ട് പോവാം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മളൊരു ചെറിയ എക്സ്പെരിമെൻറ്റിൻ്റെ ഓക്കെ ഷുഗറിൻ്റെ കാര്യം തൊട്ട് നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ പറഞ്ഞത്. സോ ഷുഗർ എടുത്തിട്ട് എന്ത് ചെയ്തു, ഷുഗറിന് നമ്മൾ ഹീറ്റ് ചെയ്തപ്പോൾ ഒരു ബ്ലാക്ക് കളർ മാസ് ഒബ്റ്റെയിൻ ചെയ്തു എന്ന് പറഞ്ഞു. ആൻഡ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയ കാര്യം ഷുഗർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് എലമെന്റ്സ് ലൈക്ക് കാർബൺ, ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ അല്ലേ? അത് നമ്മൾ കണ്ടുപിടിച്ച കാര്യമാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് മിസ് പറഞ്ഞത് ഒരു എക്സ്പെരിമെൻ്റ് ആയിരുന്നു. ആ എക്സ്പെരിമെൻറ്റിൽ നമ്മൾ അയൺ ഫില്ലിങ്സും സൾഫർ പൗഡറും രണ്ടും എടുത്തു വെച്ചു. ആൻഡ് ഈ കാര്യങ്ങളും ഈ രണ്ട് പൗഡേഴ്സിനെയും നമ്മൾ എന്ത് ചെയ്തു, മിക്സ് ചെയ്തു, ഒരു മിക്സ്ചർ ഫോമാറ്റ് ആക്കി. ആൻഡ് അതിനെ നമ്മൾ ഹീറ്റ് ചെയ്തിട്ട് ഒരു ബ്ലാക്ക് മാസും ഉണ്ടാക്കി. സാമ്പിൾ എ, സാമ്പിൾ ബി എന്ന് പറഞ്ഞിട്ട് ആദ്യം നമ്മൾ അപ്പിയറൻസ് നോക്കി, ഒരെണ്ണത്തിൻ്റെ കളർ നോക്കി, രണ്ടാമത്തെ എൻ്റെ നോക്കി. എല്ലാവരും ഓർത്ത് നോക്കും കേട്ടോ, ജസ്റ്റ് ആ മൈൻഡിലൂടെ പോകണം. അതുകൊണ്ട് ഇനിയേ പറഞ്ഞുകൊണ്ടിരിക്കണേ. ഓക്കെ, കളേഴ്സ് നോക്കി, ടെക്സ്ചർ എങ്ങനെയാണെന്ന് നോക്കി. സാമ്പിൾ എ എന്ന് പറയുന്ന ഒരു ഗ്രാനുലാർ ആയിട്ടുള്ള ഫൈൻ പൗഡർ ആയിരുന്നു, അത് സോളിഡ് എന്നുള്ള രീതിയിൽ തന്നെയാണ് നിന്നത്. ആൻഡ് പിന്നെ നമ്മൾ എന്ത് ചെയ്തു, മാഗ്നറ്റ് യൂസ് ചെയ്തിട്ട്, ഓർമ്മ വരുന്നുണ്ടല്ലോ, മാഗ്നറ്റ് യൂസ് ചെയ്തു. ആ പിക്ചറിൽ തന്നെ മിസ് കാണിച്ചതാ. മാഗ്നറ്റ് യൂസ് ചെയ്തപ്പോൾ സാമ്പിൾ എയിൽ നിന്ന് എന്ത് ചെയ്തു, ഈ അയോൺസിനെ നമുക്ക് അയൺ ഫില്ലിങ് മാത്രം സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. മറ്റു കേസിൽ സാമ്പിൾ ബിയിൽ അങ്ങനെ പറ്റുന്നില്ല. ഓക്കെ, ആൻഡ് പിന്നെ ലാസ്റ്റ് നമ്മൾ ചെയ്തത് ഗ്യാസ് ടെസ്റ്റ് ആയിരുന്നു. അതായത് ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ് ആഡ് ചെയ്തു. ആൻഡ് ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ് ആഡ് ചെയ്തപ്പോൾ ഒരു സാമ്പിൾ എയിൽ നിന്ന് ഹൈഡ്രജൻ എന്ന് പറയുന്ന ഗ്യാസ് ഫോം ചെയ്തു. ഒരു പോപ്പപ്പ് സൗണ്ടിലൂടെ നമുക്കത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റി. ആൻഡ് സെക്കൻഡ് വണ്ണിൽ എന്ന് പറയുന്നത് ഹൈഡ്രജൻ സൾഫൈഡ് എന്ന് പറയുന്ന ഒരു ഗ്യാസ് ആണ് ഫോം ചെയ്തത്. അത് സ്മെല്ലിലൂടെയാണ് മനസ്സിലാക്കാൻ പറ്റിയത്. ഇറ്റ്സ് എ റോട്ടൻ എഗ് ലൈക്ക് സ്മെല്ലായിരുന്നു നമുക്ക് കിട്ടിയത്. ഓക്കെ, ഇപ്പോഴും അവൻ്റെ സ്മെല്ല് പോയിട്ടില്ല അദ്വൈതിൻ്റെ. ഞാൻ ഇവിടെ പറയുമ്പോൾ അവനാണ് ആലോചിക്കാൻ വയ്യ. ഓക്കെ, അതൊക്കെ ചെയ്യേണ്ട വരും ലാബിലൊക്കെ. ഞങ്ങൾ അതിലായിരുന്നു ഉറക്കം MSc ലാബിൽ. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതാണ്. അങ്ങനെ ഒരു സാധനം ഉണ്ട്, മെയിൻ പരിപാടിയാണ്. ഡിഗ്രിക്കൊക്കെ അത് തന്നെ ഉള്ളൂ. അപ്പോൾ പഠിക്കുമ്പോൾ മനസ്സിലായിക്കോളും, നല്ല രസമാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അത്രയും കാര്യങ്ങൾ പിന്നെ പറഞ്ഞു. പിന്നെ എന്തൊക്കെയാണ് ഇതിൻ്റെ യൂസസ് എന്നുള്ള കാര്യം പറഞ്ഞു. അഗ്രികൾച്ചറൽ ഫീൽഡ്, ഫെർട്ടിലൈസർ ഫീൽഡ് പറഞ്ഞു, മെഡിസിൻ ഫീൽഡ്, വാക്സിൻ ഫീൽഡ്, അതൊക്കെ പറഞ്ഞു. ആൻഡ് ലാസ്റ്റ് മിനറൽസ് എന്താണെന്ന് പറഞ്ഞു. ഫൈനലി നമ്മൾ വൈൻഡ് അപ്പ് ചെയ്തിട്ടുണ്ട്. എല്ലാം ക്ലിയർ ആണെന്ന് മിസ് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് എക്സാം കഴിഞ്ഞിട്ട് ചോദിക്കാം. ഇനിയിപ്പോൾ എക്സാമിനുള്ള ടൈം ആയിട്ടുണ്ട്. ഓക്കെ, റെഡിയല്ലേ? യെസ്. അപ്പോൾ പാരൻസിനെ വിളിച്ചിട്ട് നല്ല കുട്ടികളായിട്ട് വേഗം വന്നിരിക്കാം.